അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിച്ചേക്കാം. നമ്മൾ നോക്കുന്നത് അഗ്രികൾച്ചറൽ ക്രോപ്സ്, കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക മേഖലയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ഇത് എന്തായാലും കേരള ജിയോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഏതായിരിക്കാം, അഗ്രികൾച്ചറൽ ജിയോഗ്രഫി എന്ന് പറഞ്ഞൊരു ഭാഗമാണെന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ എക്കണോമി എന്ന് പറയുന്ന മേഖലയിലുള്ള ഭാഗമാണെന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എന്താണ് ഈ അഗ്രികൾച്ചറൽ ക്രോപ്സ് എന്ന മേഖലയിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട കാർഷിക ഭൂമിയും അതിൻ്റെ വിതരണവും, അവിടെ കൃഷി ചെയ്യുന്ന വിളകളും അതിൻ്റെ ഉൽപ്പാദനവും അതിലൂടെ സാമ്പത്തിക മേഖലയ്ക്കുണ്ടാകുന്ന വളർച്ചയും ഒക്കെയാണ് ഈ അഗ്രേറിയൻ എക്കോണമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ജിയോഗ്രഫി എന്ന് പറയുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കേണ്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമുക്കറിയാം, മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തരംതിരിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ഹൈലാൻഡ്സ് എന്ന് പറയുന്നതാണ് മലനാട്, ഇടനാടെന്ന് പറയുന്നത് മിഡ്ലാൻഡ്സ് ആണ്, തീരപ്രദേശങ്ങൾ എന്ന് പറയുന്നത് കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ പറയുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഇവിടുത്തെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എങ്ങനത്തെ ഒരു ചൂടുള്ള കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്ന പൊതുവെ. കാര്യം നമ്മൾ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന ആൾക്കാരാണ്. അതായത് ഭൂമധ്യരേഖയിൽ നിന്ന് ഏതാണ്ട് 8 ഡിഗ്രി 12 ഡിഗ്രി ഇതിനിടയിലാണ് നമ്മളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചൂട് കൂടുതലുള്ള മേഖലയിലാണ് നമ്മൾ അധിവസിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാലും നമുക്ക് ഈ തീരപ്രദേശം, മലനാട്, ഇടനാട് എന്നിങ്ങനെ 3 രീതിയിൽ കിടക്കുന്നുണ്ട്. കൃഷിക്ക് ഒട്ടും തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ അല്ല നമ്മളുടേത്. ഇപ്പോൾ കൃഷിക്ക് ഒട്ടും തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു മേഖല അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കാരണം വളരെ ചെറിയൊരു സംസ്ഥാനമാണ് നമ്മളുടേത്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 മേഖലയിലാണ് നമ്മുടെ നാടിനെ തരംതിരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാർഷിക മേഖലയെ നമ്മുടെ ആവശ്യങ്ങൾക്ക്, നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഭക്ഷ്യ ആവശ്യങ്ങൾക്കും കയറ്റുമതി ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ കാർഷിക മേഖലയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന മൊത്തം വരുമാനത്തിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ വെറും 7% മാത്രമാണ് ഈ കാർഷിക മേഖലയിൽ നിന്നുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതേപോലെ തൊഴിൽപരമായ സാധ്യതകളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാലും ബഹുഭൂരിപക്ഷം ആളുകളും കാർഷിക മേഖലയിൽ നിന്ന് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉൾനാടൻ പ്രദേശങ്ങളിൽ, ഉൾനാടെന്ന് വെച്ചാൽ മലനാടുകളിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ മാത്രമാണ് ഇപ്പോൾ കൃഷിയെ ഒരു ഉപജീവന മാർഗമെന്ന നിലയിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ. നമ്മുടെ ബാക്കിയുള്ള മേഖലയിലേക്ക് കാർഷിക മേഖല എന്ന് പറയുന്ന നേരത്ത് ഗാർഡൻ ആൻഡ് അലീഡ് ആക്ടിവിറ്റീസ് എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കാർഷിക മേഖല, കേരളത്തിൻ്റെ കാർഷിക മേഖലയെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അതനുസരിച്ച് നമ്മൾ 3 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഹൈലാൻഡ്സ്, മിഡ്ലാൻഡ്സ്, കോസ്റ്റൽ പ്ലെയിൻസ് എന്നിങ്ങനെയാണ്. ഇവിടെ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഉഷ്ണമേഖലാ കാലാവസ്ഥയാണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു കേരളത്തിലെ കാർഷിക മേഖല നമുക്ക് വരുമാനം നൽകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GSDP എന്ന് പറയുന്ന ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ വെറും 7% മാത്രമാണ് ഈ പറയുന്ന വരുമാനം എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം എന്ന് പറയുന്നത്. എന്നാലും കുറച്ച് ആളുകൾ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപജീവന മാർഗം എന്ന നിലയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകൾ അല്ലേ, ഏതൊക്കെയാണ് മേജർ സ്റ്റാപ്പിൾസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അരിയാഹാരം എന്ന് പറയും അല്ലേ. മിക്കവാറും ഒരു ശൈലിയാണ്. ഇത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകുമെന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, പലരും പല ശൈലികൾ പറയാറുണ്ട്. അപ്പോൾ ഇത് റൈസ് അല്ലെങ്കിൽ പാടി എന്ന് പറയുന്ന ആ അരിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യം എന്ന് പറയുന്നത്. ഏതാണ്ട് 600-ൽ പരം വെറൈറ്റി ആയിട്ടുള്ള ആ അരി നമ്മൾ ഉപയോഗിക്കുന്നുള്ള ബസുമതി അരിയുണ്ട്, നമ്മൾ പറയുന്ന ഏതുണ്ട്, ഈ ഞവര അരിയുണ്ട്, കുത്തരിയുണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള അരികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അരിയുടെ വെറൈറ്റി തന്നെ നോക്കിയാൽ ഏതാണ്ട് 600-ൽ പരം വെറൈറ്റി അരി എന്ന് പറയുന്നത് നമുക്കുണ്ട്. പിന്നെ നമ്മുടെ നാട്, ഞങ്ങളുടെ നാടായ ആലപ്പുഴയിലെ കുട്ടനാട് എന്ന് പറഞ്ഞ പ്രദേശം അറിയപ്പെടുന്ന പേര് തന്നെ എന്താണ്, റൈസ് ബൗൾ ഓഫ് കേരള. കേരളത്തിൻ്റെ അരിപ്പാത്രം അല്ലെങ്കിൽ അരിക്കൊട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണ്, റൈസ് ബൗൾ ഓഫ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട്. കുട്ടനാടിന് മറ്റൊരു പ്രത്യേകതയുണ്ടെന്നാണ്, സമുദ്രനിരപ്പിലും താഴ്ന്ന പ്രദേശത്ത് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന നമ്മുടെ ഈ കുട്ടനാട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 2,50,40 ഹെക്ടർ പ്രദേശത്താണ് കൃഷി എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് 6,33,739 ടൺ ആണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് അരി എന്ന് പറയുന്നത് പെർ ഇയർ നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന 6,33,739 ടണ്ണാണ് അരി നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൃഷി ചെയ്യാനായിട്ട് 3 കാലം നമുക്കുണ്ട്. അത് പറയുന്ന വിരിപ്പ്,
മുണ്ടകൻ, പുഞ്ച എന്ന രീതിയിലാണ് പറയുക. അപ്പോൾ പുഞ്ചകൃഷിയുണ്ട്, മുണ്ടകൻ കൃഷിയുണ്ട്, വിരിപ്പുണ്ട്. അപ്പോൾ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിങ്ങനെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ കാലങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലാഭം എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടുന്നില്ല. കർഷകരാണ്, അതുകൊണ്ട് അവർ കൃഷി ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ലാഭം കിട്ടാത്തത് കൊണ്ട് പുതിയ തലമുറ പലരും എന്ത് ചെയ്യുന്നില്ല, ഈ കൃഷി എന്ന് പറയുന്ന കാര്യത്തിലേക്ക് കടന്നു വരുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം മേഖലയിലേക്ക് എന്താണ്, കൃഷി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബെറ്റർ പെർഫോമൻസ് കാണിച്ചു വെക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അതെന്താണ്, കോട്ടയം, ആലപ്പുഴ മുതലായ പ്രദേശങ്ങളിൽ ബെറ്റർ പെർഫോമൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ജില്ലകളിലുള്ള പഞ്ചായത്തുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് ഈ കൃഷി ചെയ്യേണ്ടുന്ന പാടം, അവിടുത്തെ കളകൾ, മറ്റു കാര്യങ്ങളെല്ലാം പറിച്ചു നീക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ടുള്ള കുറച്ച് ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ക്ലീൻ ചെയ്യാനും ഒരുക്കാനും ഒക്കെ ആയിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ചെയ്യുന്നതുകൊണ്ട് ഈ പറയുന്ന ഏറ്റെടുത്ത് വരുന്ന കൃഷി ചെയ്യാനായിട്ട് പാടം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ഇത് പാട്ടത്തിനെടുക്കുന്ന ആളിനെ സംബന്ധിച്ച് അയാൾക്ക് സാമ്പത്തികമായിട്ട് ഇച്ചിരി മെച്ചമൊക്കെ കിട്ടുന്നതുകൊണ്ട് ഈ നമ്മുടെ ആലപ്പുഴയിലും കോട്ടയത്തും ഒക്കെ ഈ പറയുന്ന ആ ഒരു കൃഷി എന്ന് പറയുന്നത് ഇച്ചിരി മെച്ചപ്പെട്ട അവസ്ഥ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് കൃഷി എന്ന് പറയുന്ന നേരത്ത് റൈസ് എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട നോക്കിയത്. അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ്, നമ്മുടെ പ്രധാന ആഹാരമാണ് അരിയെന്ന് നമുക്കറിയാം. അരിയാഹാരം 600 തരം വെറൈറ്റി ആയിട്ടുള്ള അരിയുണ്ട്. അവിടെ കുട്ടനാട് റൈസ് ബോൾ ഓഫ് കേരള എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണെന്ന് കൂടി ഓർക്കുക. പിന്നെയോ നമ്മളിവിടെ ഈ 3 തരത്തിലുള്ള കാർഷിക സീസണുകളാണ് നമുക്കുള്ളത്. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച കൃഷി ചെയ്യാനുള്ളത്. കൃഷി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വെല്ലുവിളി നേരിടുന്നത് ഇതൊട്ടും തന്നെ ലാഭകരമല്ല എന്നതിനാലാണ് ഇത് വെല്ലുവിളി നേരിടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ എറണാകുളവും, കൊല്ലവും, തിരുവനന്തപുരം മുതലായ മേഖലകളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ കോട്ടയം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മേജർ സ്റ്റാപ്പിൾ ഫുഡ് എന്ന രീതിയിൽ നമ്മൾ നോക്കുന്ന റൈസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുക. ഇനി മറ്റൊന്നുണ്ട്, നമ്മളെന്താ കപ്പ കൃഷി നടത്താറുള്ളത്. കപ്പ എന്ന് പറയുന്നത് സാറേ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് ഷോർട്ടായിട്ട് പറയാമോ സാറേ? ഇത് നമ്മൾ 3 പ്രധാനപ്പെട്ട കാർഷിക സീസണുകളാണ്. കാർഷിക സീസണുകൾ വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിങ്ങനെ 3 കൃഷികളാണ് നമുക്കുള്ളത്. 3 കൃഷികൾ. ചില ആൾക്കാർ വിരിപ്പും മുണ്ടകനും മാത്രം ചെയ്യുന്ന ആൾക്കാർ കാണും. മറ്റു ചിലരെന്തായിരിക്കാം, വിരിപ്പും മുണ്ടകനും പുഞ്ചയും ചെയ്യും. 3 സീസണുകളാണിത്. അതായത് നമ്മൾ ഈ ഒരു 90 ദിവസമോ മറ്റോ ആണ് ഈ പറയുന്ന നെല്ല് വിതച്ച് അത് വളർന്ന് കൊയ്ത് പാകമാകാനായിട്ട് വേണ്ടുന്ന ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വിരിപ്പും മുണ്ടകനും പുഞ്ചയും എന്ന രീതിയിലാണ്. ഇപ്പോൾ നമ്മൾ ഖാരിഫ്, റാബി, സയ്യിദ് എന്ന് പറയുന്ന ഒരു സീസണല്ലേ, കാർഷിക സീസണല്ലേ, അതേപോലെ നമ്മുടെ കേരളത്തിലുള്ളൊരു കാർഷിക സീസൺ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന വിരിപ്പും മുണ്ടകനും പുഞ്ചയും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ വിരിപ്പ് എന്ന് പറയുന്നതും മുണ്ടകൻ എന്ന് പറയുന്നതും പുഞ്ച എന്ന് പറയുന്നതും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സീസൺ എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടനാട് എന്ന മേഖലയിൽ ഈ പറയുന്ന വിരിപ്പും മുണ്ടകനും പുഞ്ചയും ഒന്നും നടക്കുന്നില്ല. അവിടെ 2 സീസണുകൾ മാത്രമേ നടക്കാറുള്ളൂ. വിരിപ്പും മുണ്ടകനും മാത്രമാണെന്നാണ് അവിടുത്തെ ഓർമ്മ എനിക്ക് തോന്നുന്നത് കേട്ടോ. കൃത്യമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരാളുണ്ട്, എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. പുള്ളിയോട് ചോദിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പുള്ളി ഒരു കർഷകനാണ്. പുള്ളി പാടമൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. പുള്ളിയോട് ഒന്ന് ചോദിച്ചു കഴിയാൻ നേരത്തെ എക്സ്പീരിയൻസ് കിട്ടും. നെക്സ്റ്റ് ഡെയിലി ഞാനത് പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. ഓക്കെ സാർ. പിന്നെ നമ്മൾ നോക്കിയാൽ ടാപ്പിയോക്ക എന്ന് വെച്ചാൽ കപ്പയാണ് അല്ലേ. ഈ കപ്പ കൃഷി എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഈ കപ്പ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കേണ്ടുന്ന കാര്യം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം കേട്ടോ. കപ്പ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ തിരുവിതാംകൂർ എന്നുള്ള രാജ്യത്ത് ഈ കപ്പ കൃഷി ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് വിശാഖം തിരുനാൾ എന്നാണ്. വിശാഖം തിരുനാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. ശ്രീമൂലം തിരുനാൾ രാമോർമ്മയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വിശാഖം തിരുനാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, ശ്രീകാര്യത്തുള്ള കേരള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കണ്ടുപിടിച്ചൊരു മരച്ചീനിക്ക് ഒരു പേരിട്ടിരിക്കുന്നത് ശ്രീ വിശാഖ് എന്ന് പേരിട്ടിട്ടുള്ള ഒരു മരച്ചീനി നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പറയുന്ന ട്രഡീഷണൽ സ്റ്റാപ്പിൾ എന്ന് പറയുന്ന ഏതാണ് ഈ പറയുന്ന ടാപ്പിയൊക്കെ പറയുന്നത് നമ്മുടെ ആ ട്രഡീഷണൽ സ്റ്റാപ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ പറയുന്ന കപ്പ എന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള മൊത്തം കപ്പ കൃഷി നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന 60% കപ്പ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകളിൽ ഈ പറയുന്ന കപ്പ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പൂഴിക്കപ്പ, കപ്പ അറിയാം. നിങ്ങൾ പറയുന്ന പേരും കപ്പ എന്ന് തന്നെ ആയിരിക്കും. അതോ മരച്ചീനി എന്നാണ് നിങ്ങൾ പറയുന്ന പേര്? നിങ്ങളുടെയൊക്കെ എന്താണ്?
ഞങ്ങള് കൊള്ളി എന്നാ പറയാ സാറേ. കുഴലി നല്ല പേരാണ്, ആദ്യമായിട്ടാണ് ഞാൻ ആ പേര് കേൾക്കുന്നത് കേട്ടോ. കൊള്ളി കൊള്ളി. കൊള്ളി കൊള്ളി ആ കൊള്ളി എന്നാ പറയുന്നത്, കൊള്ളി. ആ അത് ഞങ്ങൾ പറയുന്ന കാര്യം ഈ വറുത്ത് ഈ നീളത്തിൽ ഇങ്ങനെ വരുന്ന സാധനമില്ലേ, ഈ നമ്മുടെ തീപ്പെട്ടിക്കൂര് പോലത്തെ നീളത്തിൽ വറുത്ത് വരുന്ന കപ്പ, അതിന് കൊള്ളി എന്ന് പറയാറുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ പോലെ അല്ലേ സാറേ? അത് തന്നെ അത് തന്നെ അത് തന്നെ. ഓക്കെ ഓക്കെ. അപ്പം അവിടെ കൊള്ളി എന്ന് പറയും, ഇവിടെ ഞങ്ങൾ കപ്പ എന്ന് പറയും. പാലക്കാടൊക്കെ എന്തായിരിക്കും ഇതിന് പറയുന്നത്, കൊള്ളി എന്ന് തന്നെയാണോ? കപ്പാന്ന് പറയും, കൊള്ളിന്ന് പറയും, രണ്ടും പറയും. രണ്ടും പറയും. ഓഹോ ഹോ. വടക്കോട്ട് പോയ മരച്ചീനി ആവണോ എന്ന് സംശയമുണ്ട് സാറേ. അങ്ങനെ എന്തോ പറയും, മരച്ചീനി എന്നുള്ള പേരുണ്ടല്ലോ, ശരിക്കും അതാണല്ലോ പേര്. അതെ അതെ. ഇത് വടക്കുള്ളവര് മരച്ചീനിയും തന്നെയാ പറയാൻ തോന്നുന്നു. അതെ, ഇത് മരം പോലെ പൊങ്ങി വരുന്നോണ്ടായിരിക്കണം മരച്ചീനി എന്ന് വിളിക്കണം അല്ലേ? അതെ അതെ. പിന്നെ ചീനിക്കിഴങ്ങെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ചില സാറേ, ചീനിക്കിഴങ്ങെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇവ എന്തായാലും പാവപ്പെട്ടവൻ്റെ ആഹാരമായിരുന്നു ഒരു കാലത്ത് കപ്പ. ഇപ്പം പൈസ ഇച്ചിരി കൂടുതൽ വേണം. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ 1 കിലോ കപ്പയ്ക്ക് ഇപ്പം ഏകദേശം 25-30 രൂപയൊക്കെയാണെന്ന് തോന്നുന്നത് നമ്മുടെ ഇവിടെ വരുന്ന കപ്പയ്ക്ക്. അവിടേക്ക് എങ്ങനെ? നമ്മുടെ ഇവിടെ 40 രൂപയ്ക്ക് ഉണ്ട് സാറേ. പക്ഷെ ഇതേ സാറേ, ഞങ്ങൾക്ക് ഈ കപ്പേനെ വലിയ താല്പര്യം എന്നുള്ളതല്ല. ഈ മധ്യ കേരളത്തില് ഇതിനോട് വലിയ പുച്ഛാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ചില ആളുകൾക്ക് മാത്രം വലിയ താല്പര്യമുള്ളൂ, ഭൂരിഭാഗത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോ ഞങ്ങൾക്ക് ഇതിനെ വലിയ വിലയില്ലാതെ ഞങ്ങള് ഈ മധ്യ തിരുവിതാംകൂറിലൊക്കെ എത്തുമ്പോൾ ഇത് ഭയങ്കര ജീവനാണ് അവർക്ക്. അതിന്റെ കാരണം ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ, കുടിയേറ്റ കാലത്തൊക്കെ വേറെ ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ പൂർവികന്മാരൊക്കെ ഈ മറ്റേ മരച്ചീനി അതുപോലെ തന്നെ ചക്ക ഇതൊക്കെയാണല്ലോ മെയിൻ ആയിട്ട് കിട്ടുക. ചക്കയുടെ മടല് പോലും അവര് കറി വെച്ച് കഴിച്ചിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ അതൊക്കെ ജീനിലുള്ളതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു മധ്യ തിരുവിതാംകൂർക്കാർക്കൊക്കെ ഇതൊക്കെ വലിയ ഒരു സംഭവമായിട്ട്. ഞങ്ങൾക്ക് അത് അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ പോലും ഇത് വിളമ്പുന്നത് കണ്ടിട്ടുണ്ട് കോട്ടയത്തൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഞങ്ങൾക്കതൊരു തട്ടുകട വിഭവമൊക്കെയാണ്. തട്ടുകട വിഭവമാണ്. ഇത് 5 സ്റ്റാർ വിഭവമാണ് ഇവിടെ. അതെ അതെ അതെ. സാറിന്റെ വീട് എവിടെയാ? തൃശ്ശൂര്? ഞാന് ഇവിടെ പറപ്പൂരെന്ന് പറയും. നമ്മുടെ മാഡത്തിന്റെ എവിടെ കപ്പ തന്നെയാണ്? അല്ല, കൊള്ളി തന്നെയാ പറയാ. കൊള്ളി തന്നെയാണ് പറയണ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ട്രഡീഷണൽ സ്റ്റാപ്പിൾ എന്ന് പറയുന്നതാണ് ഈ കപ്പ എന്ന് പറയുന്നത്. ഏകദേശം 60% കപ്പയുടെ കയറ്റുമതി ഉൽപ്പാദനം നടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ചെരുവുകളിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. റബ്ബറിൻ്റെ ഒപ്പം തന്നെ കപ്പയും ഒക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, കൃഷി ചെയ്ത് പോരുന്നുണ്ട്. പിന്നെ നമ്മൾ മില്ലറ്റും പൾസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് വളരെ ചുരുങ്ങിയ പ്രദേശങ്ങളിൽ ഈ പറയുന്ന മില്ലറ്റ്സ് എന്ന് പറയുന്നതാണ് കൃഷി ചെയ്യാറുണ്ട്. പിന്നെ പൾസസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൃഷി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഏതാണ്ട് 43,546 ഹെക്ടർ ആയിരുന്നു 1961-62 കാലയളവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 2,260 ഹെക്ടർ മാത്രമായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, മില്ലറ്റ്സും പൾസും നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് മാത്രമാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട കൃഷിയായിട്ട് നമ്മൾ പറയുന്നവർ നമ്മുടെ നാണ്യവിളകൾ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന കാര്യങ്ങളാണ്, അല്ല ക്യാഷ് ക്രോപ്സ്, അതേപോലെ പ്ലാന്റേഷൻ ക്രോപ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വിളകളാണ്. അതിലൊരെണ്ണമാണ് കോക്കനട്ട്. നമുക്കറിയാം ഇപ്പോൾ എണ്ണയുടെ വില എന്ന് പറയുന്നത് എത്രയാണ്, 490-500 റേഞ്ചിലോട്ട് വന്നിരിക്കുകയാണ് അല്ലേ. 1 കിലോ തേങ്ങയുടെ വില എന്ന് പറയുന്നത് നമ്മൾ പൊള്ളാച്ചി ചെന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ട് ഇടുന്ന തേങ്ങയാണെന്നുണ്ടെങ്കിൽ അവരതിനെ വാങ്ങിക്കുന്ന വിലയെന്ന് വെച്ചാൽ 70 രൂപയാണ്. 45 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഇടുന്ന തേങ്ങയാണെന്നുണ്ടെങ്കിൽ അതിനവർ വാങ്ങിക്കുന്ന വിലയെന്ന് വെച്ചാൽ 60 രൂപയാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് കഴിയാൻ നേരത്തെ ഈ കച്ചവടക്കാരെടുക്കുന്ന വിലയെന്ന് വെച്ചാൽ 75-76 രൂപയ്ക്കാണ് കച്ചവടക്കാരെടുക്കണം. എന്നിട്ട് അവർ കൊടുക്കുന്ന വിലയെന്ന് വെച്ചാൽ അത് 10-15 രൂപ കൂട്ടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ളൊരു സാധനമായിട്ട് ഇപ്പോൾ തെങ്ങ് അല്ലെങ്കിൽ തേങ്ങ എന്ന സാധനം മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ കേരള ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ അക്കൗണ്ടിങ് ഫോർ 70% ഓഫ് നാഷണൽ ഔട്ട്പുട്ട്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ തമിഴ്നാടായി കാണും. ഒരു 2 കൊല്ലത്തിനുള്ളിൽ തമിഴ്നാട് ഒരുപാട് അടിച്ചു കയറിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ വീട്ടിലെന്ന് വെച്ചാൽ നേരത്തെ തെങ്ങ്, ഞങ്ങൾക്ക് 10-30 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ അതിൽ തന്നെ തെങ്ങെന്ന് പറയുന്നത് ഒരു 10-26 തെങ്ങ് നല്ല കായ്ഫലുള്ള തെങ്ങുണ്ടായിരുന്നു ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുൻപ് വരെ. ഇപ്പോൾ കുറേ മണ്ടരി ബാധിച്ച് പോയി ഇപ്പോൾ എൻ്റെ 2 തെങ്ങേ തണ്ടേ ഉള്ളൂ. ആ 2 തെങ്ങിൽ നിന്നുള്ള തേങ്ങ കൊണ്ട് നമുക്കൊന്നും നടക്കില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ പുറത്തുനിന്ന് തേങ്ങ മേടിച്ചാണ് വീട്ടിൽ കറിക്ക് അരയ്ക്കുന്നത്. അപ്പോൾ അതേ അവസ്ഥ തന്നെയാണ്. പുതിയ തൈ വെച്ചാലും കിളുത്ത് വരത്തില്ല. ഒരു ലെവലായി കായ്ക്കുന്നൊരു കട്ടയത്തി കഴിയാൻ നേരത്ത് കൊമ്പൻ ചെല്ലി വന്ന് ആക്രമിച്ച് അത് നശിപ്പിച്ച് കളയും. അപ്പോൾ പിന്നെ അതിനുവേണ്ടി മെനക്കെടേണ്ടെന്ന് കരുതിയിട്ട് തെങ്ങൊക്കെ മാറ്റിയിട്ട് ഞങ്ങളിപ്പോൾ വാഴയും ചേമ്പൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ
അത്യാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കേരള ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഇൻ ഇന്ത്യ അക്കൗണ്ടിങ് ഫോർ 70% ഓഫ് നാഷണൽ ഔട്ട്പുട്ടാണ്. കൾട്ടിവേറ്റഡ് ചീഫ്ലി ഇൻ മലപ്പുറം, കോഴിക്കോട് ആൻഡ് കാസർഗോഡ്. അല്ല, തെങ്ങ് കൃഷി ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന മേഖല എന്ന് പറയുന്നത് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, പിന്നെ പാലക്കാട് നല്ല രീതിയിൽ തെങ്ങ് കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരു തനത് കൃഷിയെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ നാളികേരത്തിൻ്റെ കൃഷി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കയർ ഇൻഡസ്ട്രി അല്ല, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വെച്ചാൽ കയർ ഇൻഡസ്ട്രി ആയിരുന്നു. ഇപ്പോൾ ചേർത്തല, അമ്പലപ്പുഴ താലൂക്ക് എന്ന് വെച്ചാൽ കയറിന് പേര് കേട്ട താലൂക്കുകളാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്തില്ല, കയറിൻ്റെ പരിപാടിയൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ നേരത്തെ കയർ ഉൽപ്പന്നങ്ങളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. പിന്നെ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ്സ്, അത് ചിരട്ട ഉപയോഗിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കൾ സംഭവമുണ്ട്. പിന്നെ കൊപ്ര എന്ന് പറയുന്ന താട്ടി എണ്ണയെടുക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ തെങ്ങിൻ്റെ തൊണ്ട് അല്ല, തേങ്ങയുടെ തൊണ്ടെന്ന് ഞങ്ങൾ പറയുന്ന സാധനമുണ്ട്. അവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല. ഈ തേങ്ങ പൊതിക്കാൻ നേരത്ത് കിട്ടുന്നതിൻ്റെ തൊണ്ടെന്ന് പറയും. നിങ്ങളെന്താ പറയണത്? തൊണ്ടെന്ന് തന്നെയാണോ സാർ? ചിരട്ടയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ചിരട്ടയല്ല. നമ്മൾ ഈ പാരയിൽ തേങ്ങ എടുത്ത് പൊതിച്ച് അതിൻ്റെ മുകളിലുള്ള അത് കളയത്തില്ല, ചകിരിയുള്ള ഭാഗത്തിന് തൊണ്ടെന്ന് പറയും. തൊണ്ട് തല്ലി ഞങ്ങൾ ചകിരി തന്നെ പറയാ, ഈ ഭാഗത്ത് ചകിരി തന്നെ പറയാം. ചകിരി ഞങ്ങൾ പറയാൻ നേരത്ത് തൊണ്ടാണ്. തൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് അഴുക്കി അടിച്ച് കളയാൻ നേരത്ത് അത് ചതഞ്ഞ് വരാൻ നേരത്താണ് ചകിരിയായിട്ട് മാറുന്നത്. ഈ ചകിരിയാണ് പിരിച്ച് നമ്മൾ കയറാക്കുന്നത്. ഇത് ചകിരി തല്ലാൻ നേരത്ത് ഇതിനകത്ത് ചകിരിച്ചോറ് എന്ന് പറഞ്ഞ സാധനം കിട്ടും. അതിനാണ് ഇപ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത്. 1 കിലോ ചകിരിച്ചോറിന് ഇപ്പോൾ 40 രൂപയാണ് വിലയെന്ന് തോന്നുന്നത്. വളം കാർഷിക ആവശ്യങ്ങൾക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ വെച്ചാൽ ഈ കോക്കനട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അത് നല്ല രീതിയിൽ പരിപോഷിപ്പിക്കുന്ന ഒന്നാണ്. അത് കയർ വ്യവസായത്തെയും കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റിനെയും കൊപ്രയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ കൊപ്രയിൽ നിന്നാണ് നമ്മൾ വെളിച്ചെണ്ണ എന്ന സംവിധാനം അല്ലെങ്കിൽ ആ എണ്ണ വ്യവസായമൊക്കെ വളരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ചകിരിച്ചോറിന്ന് ഐസക് സാറുള്ളപ്പോ ഒരു പുതിയ ഇന്നോവേഷൻ ഉണ്ടായിരുന്നു. അതായത് ആലപ്പുഴ ഭാഗത്താണ് അത് തുടങ്ങിയത്. നമ്മൾ ഇനോക്കുലം എന്നൊക്കെ പറഞ്ഞിട്ട് ബയോബിന് നമ്മള് പഞ്ചായത്തുകൾ വിതരണം ചെയ്യുമല്ലോ, വീടുകളിൽ 3 ലെയറൊക്കെ ആയിട്ട് വെക്കുന്ന തരത്തിലുള്ള നമ്മളെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വാട്ടർ കണ്ടന്റ് ഒഴിവാക്കി അതിലിട്ട് വളാക്കി മാറ്റുന്ന പരിപാടി. അത് ഇനോക്കുലം എന്ന് പറഞ്ഞിട്ട് ചകിരിച്ചോറിന്ന് എടുക്കുന്ന ഒരു ഐറ്റം കൂടി അതിൽ മിക്സ് ചെയ്ത് വെച്ചാൽ ഒരു 7-8 ദിവസം ആകുമ്പോഴേക്കും വളമായി മാറും, ജൈവവളം. അപ്പൊ അത് ചകിരിച്ചോറിന്റെ ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ്. ആലപ്പുഴയിൽ നിന്നാണ് കൂടുതൽ അത് വരുന്നത്. അത് ഇവിടെ അദ്ദേഹം ഒരു മാർക്കറ്റിംഗ് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു, മാരാരി മാർക്കറ്റിംഗ് കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഐസക്കിന്. ഞാനതിൽ കുറച്ചെല്ലാം വർക്ക് ചെയ്തായിരുന്നു. ആണോ? ശരി, ഓക്കെ സാറേ. അപ്പോൾ റബ്ബർ നമ്മൾ നോക്കിയെടുത്ത് എന്താണ്, കേരള അക്കൗണ്ട്സ് ഫോർ 90-92% ഓഫ് ഇന്ത്യസ് നാച്ചുറൽ റബ്ബർ പ്രൊഡക്ഷൻ, പ്രിഡോമിനൻ്റ്ലി ഇൻ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കൊല്ലം, കോഴിക്കോട് ആൻഡ് ഇടുക്കി. അപ്പോൾ നമ്മൾ നോക്കിയാൽ റബ്ബർ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ റബ്ബറിൻ്റെ ഏകദേശം ഒരു 92% ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെയാണ്. നാച്ചുറൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കൊല്ലം, കോഴിക്കോട്, ഇടുക്കി എന്നിങ്ങനെയുള്ള ഈ മലയോര ജില്ലകളിലാണ് ഈ റബ്ബർ കൃഷി എന്ന് പറയുന്നത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല, താങ്ങുവില ഉയർത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അതിരൂപതയുടെ കീഴിലുള്ള പുരോഹിതന്മാരൊക്കെ പ്രധാനമായിട്ടും സർക്കാരുകൾക്കൊക്കെ നിവേദനം കൊടുക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണത്. കാരണം ഈ റബ്ബർ എന്ന് പറയുന്ന ആ മേഖല മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ കുടിയേറി പാർത്തിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരാണ് ഈ മലയോര മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മലയോര കോൺഗ്രസ് അല്ലേ, കേരള കോൺഗ്രസ്, അത് ഈ റബ്ബർ കർഷകരുടെ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. കാര്യം അത് പ്രകൃതിയോട് മല്ലടിച്ച്, വന്യമൃഗങ്ങളോട് മല്ലടിച്ച്, ഒരു വല്ലാത്ത ഒരു ജീവിത സാഹചര്യങ്ങളിലൊക്കെ പൊരുതി വന്നിട്ട് നേടിയെടുത്ത ഒരു അതാണ് ഒരു ചങ്കുറ്റവും ചങ്കുറപ്പും ഒക്കെ കൊണ്ട് കീഴടക്കിയ പ്രദേശമാണ് ഈ പറയുന്ന റബ്ബർ കർഷകരുടേതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ ഗാഡ്ഗിൽ കമ്മീഷനും അതേപോലെ കസ്തൂരിരംഗൻ കമ്മീഷനും ഉമ്മൻ കമ്മീഷനും ഒക്കെ വന്നിട്ട് നമ്മുടെ ആ പൂർവികരെയൊക്കെ എന്താക്കി മാറ്റിയിരിക്കുകയാണ്, വെറും കയ്യേറ്റക്കാരാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രകൃതിയെ കൊള്ളയടിക്കാനായിട്ട് പോയ കയ്യേറ്റക്കാരായിട്ട് അവരെ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെ പല പല ചിന്താഗതിയിലൂടെയൊക്കെ നമ്മൾ മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ഉപജീവനത്തിന് വേണ്ടിയിട്ട് അവിടെ പോയി നാടും കൂടും ഒക്കെ വിട്ടിട്ട് അവർ കുടിയേറിപ്പോയിരിക്കുന്ന ആൾക്കാരാണ്. മലമ്പ്രദേശങ്ങളിലൊക്കെ പോയി വെട്ടി പിടിച്ചെടുത്ത് അവിടെ കൃഷി ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റബ്ബർ എന്ന് പറയുന്ന കർഷകർ. അവരാണ് 90% റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തെ മാറ്റിയ ആൾക്കാരെന്ന് പറയുന്നത്. നമ്മുടെ സ്പൈസസിനെ കുറിച്ച് നോക്കിയാൽ പ്രധാനമായിട്ടും കുരുമുളക് അല്ലേ. പഴയ കാലത്ത് യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാധനമായിരുന്നു. ഗ്രീക്കുകാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമായതിനാലാണ് ഇതിനെ യവനപ്രിയ എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്നത്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഏകദേശം 96% കുരുമുളക് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ ഒരു ആഗോള
ഉൽപ്പാദന കേന്ദ്രമെന്നും അറിയപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ കേരളം തന്നെയാണ്. പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട ആ ഒരു ചിന്ത തന്നെ ഉണ്ടായത് കേരളത്തിലെ സ്പൈസസിനെ കുറിച്ചാണ്. പിന്നെ കേരളത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട സ്പൈസസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഏലക്ക എന്ന് പറഞ്ഞ സാധനമുണ്ട്, കാർഡം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് 90% ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ സിനമൺ, ഗ്രാമ്പു അല്ലേ, ക്ലോവ് എന്ന് പറയുന്ന ഗ്രാമ്പു ഉണ്ട്, പിന്നെ നട്ട്മെഗ് ഉണ്ട്, വാനിലയുണ്ട്, ടർമറിക് ഉണ്ട്. ഇതെല്ലാം എന്താണ്? നമ്മുടെ പ്രധാനപ്പെട്ട സ്പൈസസ് ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പശ്ചിമഘട്ട മേഖലയിലാണ് കൂടുതലും കൃഷി ചെയ്യപ്പെട്ടു വരുന്നത്. ലെൻസിൻ്റെയൊക്കെ നാട്ടിൽ ഇതുപോലുള്ള കൃഷികളുണ്ടോ? അതോ നാടൻ പ്രദേശം ആണോ അതോ മലമ്പ്രദേശമാണോ, എങ്ങനെയാണ്? അല്ല, ഞങ്ങൾക്ക് കുറച്ച് മലമ്പ്രദേശം ഉണ്ട് സാറേ തൃശ്ശൂര്. അതായത് നമ്മുടെ ഈ അതിരപ്പള്ളി ഭാഗം, അതുപോലെ തന്നെ ഈ പുത്തൂര് എന്നൊക്കെ പറയുന്ന പഞ്ചായത്ത്, പാണഞ്ചേരി, പീച്ചി ഡാമിന്റെ ഒക്കെ ഭാഗം, വാഴാനി, വാഴാനി വന്യജീവി സങ്കേതത്തിന്റെ ഒക്കെ ഭാഗത്ത് ഇത്തരം കൃഷികൾ കുറച്ചൊക്കെ ഉണ്ട്. വല്ലാതെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഈ ചെറിയ രീതിയിലൊക്കെ ഏലം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. വല്ലാത്ത ഒരു ലാർജ് സ്കെയിലൊന്നും ഇല്ല അവിടെ. ഇല്ല. അപ്പോൾ അത് കൂടുതലുള്ളത് ഇടുക്കി മേഖലയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടുതലുള്ളത്. പിന്നെ നമ്മൾ നോക്കിയാൽ കാഷ്യൂ എന്ന് പറഞ്ഞ സാധനം, നമ്മുടെ കശുവണ്ടി, അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞ സാധനം അല്ലേ, അതെവിടെയാണ്? മിക്കവാറും എല്ലാ ജില്ലകളിലുണ്ട്. ഈ കശുമാവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു കശുമാവ് നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ആ കശുമാവിൽ നിന്ന് നമുക്ക് ഒരു വർഷം കിട്ടുന്ന തുക എത്രയെന്ന് അറിയാമോ? ഏകദേശം അറിയാവോ? ലെൻസിന് അറിയാവോ ഒരു കശുമാവ് ഉണ്ടെങ്കിൽ? അറിയില്ല സാർ, അറിയില്ല. നമ്മുടെ ഇവിടെയൊക്കെ ഈ 1 കിലോ കശുവണ്ടി നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരാശരി 100-120 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ അമ്മയാണെന്നുണ്ടെങ്കിലും അച്ഛനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ വീണ് കിടക്കുന്ന ഈ കശുവണ്ടി എല്ലാം എടുത്ത് മാറ്റി അങ്ങോട്ട് വെച്ചേക്കും. നമ്മളൊക്കെ ഒരു 5-8 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോ ഒക്കെ ആകുന്നത് ഒന്നിച്ചങ്ങോട്ട് കൊണ്ട് കൊടുത്തേക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സീസൺ എന്ന് പറയാൻ നേരത്ത് അറിയാമല്ലോ, നമുക്കൊരു ഫെബ്രുവരി ടു മെയ് വരെയുള്ളതാണ് ഒരു സീസൺ. ആ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു 5-6 തവണ, ഒരു 5-8 തവണ എന്തായാലും കൊണ്ട് കൊടുക്കും. അതായത് ഒരു ഏകദേശം ഒരു 100 കിലോയ്ക്ക് താഴെ നമുക്ക് കൊണ്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്കൊരു 10,000 രൂപ നമ്മൾ കണക്കൂട്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ ആകെയുള്ള ചിലർ എന്താണ്, ഒരു 2 കശുമാവേ മാത്രമേ നമുക്ക് ഇവിടെയുള്ളൂ. അപ്പോൾ ഈ തെങ്ങിൻ്റെ സ്ഥാനത്ത് ഈ കശുമാവ് ഒരു 10-20 വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കശുവണ്ടി കൊണ്ട് കൊടുത്തു കഴിയണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു 10 മാവുണ്ടെങ്കിൽ ഒരു മാവിൽ നിന്നൊരു 5,000 വെച്ച് കിട്ടിയതിന് 50,000 രൂപ ഒരു വർഷം ഏണിംഗ് ആയിട്ട് നമുക്കവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ കശുമാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കശുമാവ് കൂടുതലുള്ള ആൾക്കാരൊക്കെ എന്താണ്, ഒരു നല്ല സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള അവസരമാണ് അവർക്കുള്ളത്. ഇതെവിടെയൊക്കെ കാണപ്പെടുന്നു വെച്ചാൽ കാസർഗോഡുണ്ട്, കണ്ണൂരുണ്ട്, എറണാകുളം, പാലക്കാട്, കോട്ടയം, കൊല്ലം എന്നീ മേഖലകളിലാണ് ഈ കശുമാവ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് പറങ്കിമാവ് എന്ന് വിളിക്കാറുണ്ട്. പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ടാണ് തോന്നുന്നത് ഇതിനെ പറങ്കിമാവ് നമ്മൾ വിളിക്കുന്നത്. പിന്നെ ഈ കശുവണ്ടി പല സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ കശുവണ്ടി അതിൻ്റെ ഷെല്ലിനകത്തുനിന്ന് അത് തല്ലിപ്പൊട്ടിച്ച് അതിൻ്റെ നമ്മൾ തിന്നുന്ന ആ കശുവണ്ടി എടുക്കുന്ന അണ്ടിപ്പരിപ്പെടുക്കുന്ന അല്ലെങ്കിൽ ആ പരിപ്പ് പുറത്തെടുക്കുന്ന ആ കമ്പനികൾ കൂടുതലുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഈ പറയുന്ന അണ്ടി കമ്പനികൾ കൂടുതലുമായിട്ടും നമ്മൾ കാണുന്നത്. അപ്പോൾ കൊല്ലം ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ കാഷ്യൂ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കശുവണ്ടിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളും കൂടുതലുള്ള സ്ഥലമെന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ്. അവിടെ നൂറുകണക്കിന് ആൾക്കാരാണ്, നൂറുകണക്കിനല്ല, ഏതാണ്ട് 5 മുതൽ 6 ലക്ഷം വരെയുള്ള ആളുകൾ ഒരു കാലത്ത് തൊഴിൽ ചെയ്തിരുന്ന മേഖല എന്ന് പറയുന്നത് ഈ കശുവണ്ടി മേഖലയായിരുന്നു. അതുകൊണ്ട് 1990-2000 ആ ഒരു ടൈമിലുള്ള കണക്കെടുത്ത് കഴിയുമ്പോൾ നോക്കിയിട്ടെന്നാണ് ഏതാണ്ട് 6 ലക്ഷത്തോളം ആളുകളായിരുന്നു ഈ കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിയെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കശുവണ്ടി മേഖലയൊക്കെ പാടെ തകർന്ന് തൊഴിലവസരങ്ങളൊക്കെ അവിടെ പതുക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ടീ ആൻഡ് കോഫി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ടീ ആൻഡ് കോഫി എന്ന് പറയുന്നത് നമ്മുടെ ബിവറേജ് ക്രോപ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സാധനമാണ് അല്ലേ. ഇത് കൂടുതലും ഇടുക്കിയിലെ അല്ലെങ്കിൽ വയനാട്ടിലെയും ഒക്കെ തണുത്ത പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഈ പറയുന്ന ടീ എന്ന് പറയുന്നത് അല്ലേ. അവിടെ എന്ത് വേണം, ഇച്ചിരി തണുത്തൊരു അന്തരീക്ഷം വേണമെന്നാണ് പറയുന്നത് ഈ തേയില എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിൻ്റെ കോഫി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോഫി എന്ന് പറയുന്നത് എന്താണ്, 2 ബ്രാൻഡ് ഉണ്ടെന്നാണ് നമ്മൾ പറയണത്. 2 ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഏതാണ്, റോബസ്റ്റ, അറബിക്ക, ഇത് രണ്ടുമാണ് നമ്മുടെ കേരളത്തിൽ ഈ കൃഷി ചെയ്യുന്നത്. പിന്നെ ഒരു എന്തുണ്ട്, ലിബറിക്ക എന്ന് പറഞ്ഞിട്ട് റൈസുണ്ട്. അറബിക്ക, ലിബറിക്ക, റോബസ്റ്റ ഇങ്ങനെയുള്ള 3 ഐറ്റം കോഫികളാണ് ഇവിടെയുള്ളത്. അറബിക്കായും ലിബറിക്കായും റോബസ്റ്റായും ഇങ്ങനെയുള്ള 3 ഐറ്റം കോഫികളാണ് ഇവിടെ നമുക്ക് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഇത് ബാബ ബദാദുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹമാണ് ഈ കർണാടക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയിൽ ആദ്യമായിട്ട് കാപ്പി കൃഷി കൊണ്ടുവന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അറബിക്കായും ലിബറിക്കായും റോബസ്റ്റായുമാണ് 3 പ്രധാനപ്പെട്ട കോഫി ഇനങ്ങളെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ
ഈ കോഫി കൂടുതലും കാണപ്പെടുന്ന മേഖല എന്ന് വെച്ചാൽ വയനാട് മേഖലയിലാണ് കോഫി കൂടുതലും കൃഷി ചെയ്യുന്നത്. തേയില കൂടുതലും കൃഷി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മൂന്നാർ മേഖലയിലാണ് തേയില എന്ന് പറയുന്നത് കൂടുതലും കൃഷി ചെയ്യുന്നത്. ഇനി മറ്റു പ്രധാനപ്പെട്ട നമ്മുടെ വിളകളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, നമ്മുടെ അടയ്ക്ക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഈ ദക്ഷിണ വെക്കുന്ന പാക്ക് വെച്ച് ദക്ഷിണ അല്ലെങ്കിൽ അടയ്ക്ക വെച്ച് ദക്ഷിണ കൊടുക്കുന്ന ആ അടയ്ക്ക ഉണ്ട്. പിന്നെ കൊക്കോയുണ്ട്, നമ്മുടെ ബനാന അല്ലെങ്കിൽ വാഴപ്പഴമുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ജിഞ്ചർ ഉണ്ട്, അല്ലെങ്കിൽ ജിഞ്ചർ എന്ന് വെച്ചാൽ ഇഞ്ചി, പപ്പായ ഉണ്ട്, ഏലമുണ്ട്, നട്ട്മെക്ക് അതെന്താണെന്ന് എനിക്ക് പിടികിട്ടിയിട്ടില്ല. പിന്നെ ഡ്രം സ്റ്റിക്ക് ഉണ്ട്. ഡ്രം സ്റ്റിക്ക് എന്ന് വെച്ചാൽ മുരിങ്ങക്കായാണെന്ന് എനിക്ക് തോന്നുന്നത് ഡ്രം സ്റ്റിക്ക്. ഈ നട്ട്മെക്ക് എന്താണ്? നട്ട്മെക്ക് എന്താണ് ടീച്ചറെ അറിയാവോ? അത് ടീച്ചർ മുങ്ങിയോ? മാഡം ജാതിക്കല്ലേ? ജാതിക്കയാണല്ലേ നട്ട്മെക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ശരിയാണ്. ജാതി പൊട്ടി അതിനകത്തുനിന്നൊരു നെട്ട് വരുമല്ലോ, അതാണ് നട്ട്മെക്ക്. നട്ട്മെക്ക് ജാതിക്ക എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു കാർഷിക വിളകളായിട്ടും നമ്മൾ തോട്ടവിളകളൊക്കെ ആയിട്ടുമൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ക്രോപ്പുകൾ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തേയില, അതുപോലെ തന്നെ കാപ്പി, പിന്നെ നമ്മൾ പറഞ്ഞ മറ്റ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാഷ്യൂ ഉണ്ട്, സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്, റബ്ബർ, കോക്കനട്ട്, പിന്നെ മില്ലറ്റ്, പൾസസ്, കപ്പ, പിന്നെ അരി, ഇതെല്ലാം നമ്മൾ പ്രധാനപ്പെട്ട കേരളത്തിലെ എന്താണ് കാർഷിക അതിൽ അഗ്രികൾച്ചറൽ ക്രോപ്സ് എന്ന രീതിയിലാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ചില ഐറ്റംസ് ഉണ്ട്, യുണീക്ക് ആൻഡ് ഇൻഡിജിനസ് വെറൈറ്റീസ് ഉണ്ട്. അത് നമ്മൾ നോക്കിയാൽ അരി അല്ലേ, വയനാട് ഗന്ധകശാല എന്ന് പറഞ്ഞിട്ട് ഒരു അരിയുടെ പേരാണ് വയനാടൻ ഗന്ധകശാല എന്ന് പറയും. അതേപോലെ ജീരകശാല എന്നും പറയാണ്. അപ്പോൾ ഗന്ധകശാല, ജീരകശാല ഇത് വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു റൈസാണ്. പിന്നെ ആരോമാറ്റിക് എന്ന് പറയുന്ന GI ടാഗ്ഡ് റൈസ് വെറൈറ്റീസ് അതൊന്നുണ്ട് വയനാട്ടിലുണ്ട്. അപ്പോൾ വയനാട്ടിൽ പല വെറൈറ്റി ആയിട്ടുള്ള അരികളുണ്ട്. പിന്നെ ഡിസ്റ്റിങ്റ്റീവ് ഫ്രാഗ്രൻസസ് ഓഫ് ലോക്കൽ വാല്യൂ യൂസ്ഡ് ഫോർ സ്പെഷ്യൽ ഒക്കേഷൻസ് ആൻഡ് ട്രഡീഷണൽ ഡിഷസ്. അതായത് ചില പ്രത്യേക പാലക്കാടൻ മട്ട എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ വയനാടൻ എന്താണ് ഗന്ധകശാല, വയനാടൻ ജീരകശാല, ഇങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട യുണീക്കായിട്ടുള്ള എന്താണ് അരി ഐറ്റംസ് ഉണ്ട്. ഇനി ഇതേപോലെ നമ്മൾ നോക്കിയാൽ എന്തായിരിക്കാം, പിജിയൻ പി എന്ന് പറയുന്ന വലിയ ഒരു പയർ ഐറ്റം ഉണ്ട്. പയർ ഐറ്റമാണ്, അല്ല പരിപ്പ് ഐറ്റം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. നമുക്ക് തുവര എന്ന് പറഞ്ഞൊരു പരിപ്പ് അല്ലേ, തുവര, അട്ടപ്പാടി തുവര എന്ന് പറയുന്ന ഒരു പിജിയൻ പി പരിപ്പാന്ന് തോന്നുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല, നിങ്ങളാരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഈ അട്ടപ്പാടി തുവര? ഇല്ല. കേട്ടിട്ടുണ്ട് സാർ. അതൊക്കെ ഞാൻ അട്ടപ്പാടി പോയപ്പോൾ ആരൊക്കെ പറയുന്നത് കേട്ടു, പക്ഷെ കണ്ടിട്ടില്ല ഇതുവരെ. ഈ സാധനങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ നേരത്തൊരു ആഗ്രഹമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് മേടിച്ചൊരു ദിവസം ഒന്നിച്ചിരുന്ന് കഴിക്കാൻ കേട്ടോ. അട്ടപ്പാടി തൂര ഇതൊക്കെ. അപ്പോൾ അട്ടപ്പാടി തൂര പിജിയൻ ബി ഉണ്ട്. എ ട്രഡീഷണൽ റെഡ് ഗ്രാം വെറൈറ്റി കൾട്ടിവേറ്റഡ് ഇൻ ട്രൈബൽ ഏരിയാസ് ഓഫ് അട്ടപ്പാടി, പാലക്കാട്, നോൺ ഫോർ ലാർജ് സീഡ്സ് ആൻഡ് ഹൈ ന്യൂട്രീഷൻ, റീസെൻ്റ്ലി GI ടാഗ്ഡ്. അതായത് ഈ അട്ടപ്പാടി തുവര എന്ന് പറയുന്നത് ഒരു ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഭൂമിശാസ്ത്ര പദവി കിട്ടിയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പദവി കിട്ടിയിട്ടുള്ള ഒന്നാണ്. ആ ഒരു പ്രദേശത്ത് മാത്രമേ ഇത് കൂടുതലും കാണപ്പെടുന്നുള്ളൂ. അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഒരു സാധനത്തിന് മാത്രമേ ഏറ്റവും കൂടുതൽ ടേസ്റ്റിങ് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഏതാണ്ട് തിരുനെൽവേലി ഹൽവ എന്നൊക്കെ പറയുന്നില്ലേ, ആ കാഞ്ചീപുരം പട്ട് എന്നൊക്കെ പറയുന്നില്ലേ, ഇതാണ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. അതായത് ആ ഭൂമിശാസ്ത്രപരമായിട്ട് ആ പ്രദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഈ അട്ടപ്പാടി തുവര എന്ന് പറയുന്നത്. ഇതെന്താണ്, ആ പരമ്പരാഗതമായിട്ട് അവരവിടെ കൃഷി ചെയ്ത് വരുന്ന ഒരു ചുവന്ന കളറിലുള്ള ഒരു എന്താണ് പയറോ പരിപ്പോ അങ്ങനെയുള്ള എന്തോ ഒരു ഐറ്റമാണ്. അത് അട്ടപ്പാടി, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മേഖലയിലാണ് ഇത് കണ്ടുവരുന്നത് എന്നാണ് പറയുന്നത്. അത് പ്രധാനമായിട്ടും നമ്മൾ നോക്കിയ ഒരു ഇൻഡിജിനസ് വെറൈറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഇനി ഈ മേഖലയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു എമർജിങ് ട്രെൻഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ എമർജിങ് ട്രെൻഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓർഗാനിക് ആൻഡ് കിച്ചൺ ഗാർഡൻസ് ഉണ്ട്. അപ്പോൾ ഓർഗാനിക് ആൻഡ് കിച്ചൺ ഗാർഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടല്ലേ. സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റ് ടുവേർഡ് ഓർഗാനിക് വെജിറ്റബിൾ ഫാമിംഗ്. നമ്മൾ ഓർക്കുന്നുണ്ടോ, മഞ്ജു വാര്യർ തിരിച്ചു വന്നൊരു സിനിമയുണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പുള്ളിക്കാരി ഒരു പച്ചക്കറി കർഷകയായിട്ടൊക്കെ വന്നിട്ടുള്ള, ഓർക്കുന്നുണ്ടോ? അതിൻ്റെ ഓർക്കുന്നുണ്ട് സാറേ, പേര് കിട്ടുന്നില്ല. ഇതിൻ്റെ സെയിം പതിപ്പ് തന്നെ. ഹൗ ഓൾഡ് ആർ യു, അത് തന്നെ, ഹൗ ഓൾഡ് ആർ യു. അതെ 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 അതെ. ഇതിൻ്റെ മറ്റൊരു പതിപ്പ് തമിഴിൽ മറ്റേ ജ്യോതിക, സൂര്യയുടെ വൈഫ് ജ്യോതിക തിരിച്ചുവരവിനായിട്ട് ഇറങ്ങിയതും ഇതേ പടം തന്നെയാണ്. 36 വയതിനില്ലേ എന്ന് പറയുന്നത്. 36 വയതിനില്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓർഗാനിക് വെജിറ്റബിൾ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു ട്രെൻഡായിട്ട് വന്നിരിക്കുകയാണ്. ആൾക്കാരൊക്കെ അവരുടെ വീട്ടുമുറ്റത്ത്
ചെറിയ പയറിൻ്റെയും അല്ലെങ്കിൽ ചെറിയ പാവലിൻ്റെയും ഒക്കെ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോ വീട്ടിലുമൊക്കെ ഇപ്പോൾ ഓർഗാനിക് ഫാമിംഗ് എന്ന രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു 40-45 ഈ എന്തുണ്ടല്ലോ നമ്മുടെ ഈ എന്താണ് കിറ്റ് കിട്ടുമല്ലോ, ഈ പയറൊക്കെ കുഴിച്ച് മണ്ണൊക്കെ ഇട്ട് വെക്കുന്ന കൂട, അതൊക്കെ മേടിച്ചു കൊടുത്ത് അമ്മ ഒരു വിധം നല്ല ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തു വന്നതാണ്. പക്ഷേ ചെയ്ത് അത് വിളവെടുക്കുന്ന ഒരു ടൈം വന്ന സമയത്ത് ഏതോ പുഴു വന്നിട്ട് മൊത്തം അതിൻ്റെ ഇല മൊത്തം വെട്ടി തിന്നു കളഞ്ഞു. അതുകൊണ്ട് നമുക്കതിൻ്റെ റിസൾട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ സയൻറ്റിഫിക് ഷിഫ്റ്റ് ടുവേർഡ്സ് ഓർഗാനിക് വെജിറ്റബിൾ ഫാമിംഗ് ഏരിയ ഇൻക്രീസ്ഡ് ഫ്രം 7355 ഹെക്ടർ ടു 73, 10 ഇരട്ടി വർധനവാണ് ഇവിടെ ഉണ്ടായത്. ഇത് നമ്മൾ അടുക്കളത്തോട്ടങ്ങളെന്നാണ് പറയുന്നത് അല്ലേ. കിച്ചൺ ഗാർഡൻസ് ഹെൽപ്പ് മീറ്റ് ഹൗസ് ഹോൾഡ് ന്യൂട്രീഷൻ നീഡ്സ് സസ്റ്റൈനബിളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ ഇപ്പം ലിൻസാറിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തിയിട്ട് ഇടയ്ക്ക് ഈ യൂണിറ്റുകൾക്ക്, ഈ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കുറച്ച് സ്ഥലം ഉള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ കൃഷി ചെയ്യാനായിട്ട് സന്നദ്ധതയുള്ള ആളുകൾക്കൊക്കെ ഈ തോട്ടം പോലെ കൃഷി ചെയ്യാനായിട്ടൊക്കെയുള്ള സംവിധാനം കൊടുക്കുമായിരുന്നു. ഇപ്പോഴതുണ്ടോ? അത് സാറേ, പക്ഷെ അത് ഇപ്പൊ നിരുത്സാഹപ്പെടുത്താണ്. കാരണം അത് മിസ്യൂസ് ചെയ്യപ്പെടാണ്. APLകാരൊക്കെ അത് ഇവരെ സ്വാധീനിച്ച് തൊഴിലുറപ്പുകാരെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ്. അപ്പൊ ഗുണത്തെക്കാളേറെ ദോഷമാണ് ശരിക്കും. സാറ് പറഞ്ഞത് ശരിയാണ്. ഒന്ന് ഔഷധത്തോട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പച്ചക്കറി തോട്ടം, ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ സ്ഥലം ഒരുക്കുക, തൈ നടുക എന്നൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഗവൺമെന്റ്. അത് മിസ്യൂസ് ചെയ്യപ്പെടാണ് കൂടുതലായിട്ടും. അനർഹരെ നേടിയെടുക്കുകയാണ്. അതുകൊണ്ട് ശരിയാണ്, നല്ല പ്രോജക്റ്റ് ആയിരുന്നു സാർ. ഇപ്പൊ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കിയ ഒരു ഫ്രൂട്ട് കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ നോക്കുന്നത് കൃഷിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ റീജിയൻസ് ലൈക്ക് തോട്ടാപ്പുഴശ്ശേരി ആർ ഷിഫ്റ്റിംഗ് ഫ്രം റബ്ബർ ടു ഹൈ വാല്യൂ എക്സോട്ടിക് ഫ്രൂട്ട്സ്, റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോസ്റ്റീൻ, അവക്കാഡോ, ഡുറിയാൻ, സപ്പോർട്ടഡ് ബൈ ഗവൺമെൻറ് സ്കീംസ് ആൻഡ് റിസർച്ച് ബോഡീസ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഈ ഹോർട്ടിക്കൾച്ചർ എന്താണ് ഹോർട്ടികോർപ്പ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ അല്ലേ, എന്താ പഴവർഗ്ഗങ്ങളും ഫലവർഗ്ഗങ്ങളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർട്ടികോർപ്സ് ഇല്ലേ? ഉണ്ട്. ഓണത്തിന് അവര് ഇപ്പൊ പ്രത്യേകമായിട്ട് ചന്തയൊക്കെ നടത്താറുണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്, തൃശ്ശൂരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചന്തകളൊക്കെ നടത്തുന്നത് വഴി അല്ലെങ്കിൽ ഇവരിൽ നിന്ന് സാധനങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ കൃഷി ചെയ്യുവാനായിട്ട് പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഇപ്പോൾ കൃഷി എന്ന് പറയുന്നത് ഈ കുറച്ച് ഒരു ഫാഷൻ സ്റ്റൈലിലുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. നമ്മൾ പുറത്തുനിന്ന് വന്ന് മാത്രം കഴിച്ചിരുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ പഴവർഗ്ഗങ്ങളെന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. അതായത് ഡ്രാഗൺ ഫ്രൂട്ട്, നമ്മുടെ നാട്ടിൽ നേരത്തെ കണ്ടിട്ടില്ലാത്ത സാധനം ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 10 കൊല്ലത്തിൽ താഴെ മാത്രമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട്? റോഡ് സൈഡിലൊക്കെ കാണാറുണ്ട് സാർ. വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജ്യൂസ് അടിക്കാനൊക്കെ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നല്ലൊരു രുചിയായിട്ട് തോന്നിയില്ല. ഇല്ല, നല്ല രുചിയായിട്ട് തോന്നില്ല. നമ്മളൊരു 5-8-10 കൊല്ലം ആയുള്ളൂ അത് ഇവിടെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയിട്ട്. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊന്നും ഇത് വരാറില്ല. അത്രയും ആയിട്ടില്ല എന്ന് തോന്നുന്നു സാർ. 4-5 വർഷം ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ തരത്തിലുള്ള മാംഗോസ്റ്റീൻ, അവക്കാഡോ, ഡൂരിയാൻ, റാംബൂട്ടാൻ ഇങ്ങനെയുള്ള കുറച്ച് പ്രധാനപ്പെട്ട പഴവർഗ്ഗങ്ങളൊക്കെ ഇപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അതിനുള്ള റിസർച്ചും കൃഷിയുമൊക്കെ വരുന്നുണ്ട്. ഇനിയോ നമ്മൾ നോക്കി അടുത്തൊരു പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്ന ഫൈറ്റിംഗ് വേസ്റ്റ് ആൻഡ് ബൂസ്റ്റിംഗ് സെൽഫ് സഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഒരു പുതിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്. എന്താണ് ജൈവ സമൃദ്ധിക്കൊപ്പം കാട്ടാക്കട എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട്. ജൈവ സമൃദ്ധിക്കൊപ്പം കാട്ടാക്കട, തിരുവനന്തപുരം കാട്ടാക്കടയാണെന്ന് തോന്നുന്നു. അപ്പോൾ ജൈവ സമൃദ്ധിക്കൊപ്പം കാട്ടാക്കട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് വന്നിരിക്കുകയാണ്. അതെന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിയണമെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാവോ? എയിംസ് ടു കൺവേർട്ട് ഓവർ 271 ഹെക്ടർ ഏരിയ ഓഫ് വേസ്റ്റ് ലാൻഡ് ഇൻ ടു പ്രൊഡക്റ്റീവ് ഓർഗാനിക് ഫാംസ് ഫീച്ചറിംഗ് ഫ്രൂട്ട്, മെഡിസിനൽ പ്ലാന്റ്സ്, മഷ്റൂംസ്, പ്ലാന്റെയിൻ ആൻഡ് മോർ റെക്കഗ്നൈസ്ഡ് ആസ് എ നാഷണൽ മോഡൽ പ്രൊജക്ട്. അതായത് തരിശായിട്ട് കിടന്നിരുന്ന ഒരു 271 ഹെക്ടർ ഏരിയ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 2.25 കിലോമീറ്റർ ചുറ്റളവിലുള്ളൊരു പ്രദേശമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമത്. അത്രയും വലിയ ഒരു ഏരിയയാണ്. ആ ഒരു ഏരിയ ഈ പറയുന്ന ജൈവസമൃദ്ധിക്കൊപ്പം കാട്ടാക്കട എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിലൂടെ അവിടെ തരിശ് മാറ്റിയിട്ട് അതൊരു വേസ്റ്റ് ലാൻഡ് എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റിയിട്ട് അതിനെ എന്താണ് ഒരുപാട് വാഴത്തോട്ടങ്ങളുള്ള, മഷ്റൂം കൃഷിയുള്ള, മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റായിട്ട് തന്നെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ് ഒരു നാഷണൽ മോഡൽ പ്രൊജക്റ്റായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേസ്റ്റ് ലാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇവിടെ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കൾച്ചർ ഫോർ ഫെസ്റ്റിവൽസ് അല്ലേ, കൾച്ചർ ഫോർ ഫെസ്റ്റിവൽസ് അതും നമ്മുടെ ഒരു അഗ്രികൾച്ചറൽ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഫ്ലവർ കൾട്ടിവേഷൻ ഹാസ് സർജ്ഡ് ഫ്രം
15 hectare area to nearly 1200 hectare across കുടുംബശ്രീ clusters in Kerala, boosting ഓണം മാർക്കറ്റ്സ് വിത്ത് മാരിഗോൾസ്, ക്രിസാന്തംസ് എക്സെട്ര. ഇത് ഇപ്പോൾ മിക്കവാറും ലിൻസാറിന് മനസ്സിലായേക്കും. കാര്യം ഒരു 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഈ കുറ്റിമുല്ല കൃഷി എന്നും പറഞ്ഞിട്ട് ഒരു മുല്ലക്കൃഷിയുടെ പരിപാടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഒരാൾക്ക് ഇത്ര മുല്ല അതല്ലെങ്കിൽ ഒരു കുറ്റി മുറ്റുമല്ലോ വെക്കാനുള്ള തടം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ വീടിൻ്റെ പറമ്പിലേക്ക് കൊണ്ടുവന്ന് ഈ ചേച്ചിമാരൊക്കെ എന്താണ് തടം വെച്ച് മുല്ലക്കൃഷിയെ കുത്തിപ്പോയായിരുന്നു. ഭയങ്കര തമാശയാണ് സാറേ, ഞാൻ കേട്ടിട്ടുണ്ട്, സാറ് പറയൂ. അപ്പോൾ അങ്ങനെ ഇവർ ഈ കുറ്റി, അതായത് 3 കൊല്ലമാണ് അതിൻ്റെ കാലാവധി പറയണത്. ഇതവർ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു ഇവർ കൊണ്ടുവന്നേ. അമ്മയൊക്കെ ഇതിൽ പോകുന്ന ആൾക്കാർ, തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഇവരുടെ ഏതാണ്ട് 5 പേരുടെ യൂണിറ്റ്, അല്ലെങ്കിൽ അവർക്ക് 5 പേർക്ക് നനച്ച് വളർത്താനുള്ള യൂണിറ്റായിരുന്നു നമ്മുടെ പറമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഇത് കൃഷി ചെയ്ത് നല്ല ഭംഗിയായിട്ടൊക്കെ അവർ കൈകാര്യങ്ങൾ ചെയ്ത് അതിൽ പൂവൊക്കെ വരാൻ തുടങ്ങി. പൂ വന്നു കഴിഞ്ഞപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പൂ ഏറ്റെടുക്കാനായിട്ട് ആളില്ല. ലോക്കൽ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിലയും കിട്ടുന്നില്ല. പിന്നെ എന്താ നമ്മുടെയൊക്കെ വീട്ടിൽ നിൽക്കണത്, നമ്മളൊക്കെ പറിച്ച് നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് മണമൊക്കെ ഉണ്ടാകട്ടെ എന്ന രീതിയിൽ ആ രീതിയിലിരിക്കും. പിന്നെ മറ്റൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ വേപ്പ് എന്ന് പറഞ്ഞ സാധനം, വേപ്പ് കൃഷിയായിരുന്നു. അങ്ങനെ വേപ്പ് കൃഷി ഇവർ കുറേ അവരെക്കൊണ്ട് ചെയ്തു. അതും നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അതായത് ഈ പറയുന്ന അതാണ് കുറ്റിമുല്ലയൊക്കെ വെട്ടിപ്പറിച്ച് കളഞ്ഞിട്ട് പിന്നെ ഇവർ തുടങ്ങിയ പരിപാടി വെച്ചാൽ ഈ വേപ്പാണ്. നമുക്ക് ഈ കറിവേപ്പിലയുടെ എന്തുണ്ടല്ലോ, അങ്ങനെ കറിവേപ്പില നമ്മുടെ പറമ്പിലും അപ്പുറത്തെ പറമ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് ഒരു 2-3 കൊല്ലത്തിനടുത്ത് ഈ വേപ്പ് അവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വേപ്പ് ഇങ്ങനെ വളർന്ന് കാട് പോലെ നിൽക്കുന്നതുകൊണ്ട് ഈ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ ഇട്ട് വന്നിട്ട് നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ മൊത്തം വന്ന് അത് ഒടിച്ച് അവരുടെ ആവശ്യത്തിന് കൊണ്ടുപോകുന്നു. പിന്നെ പരിചയമുള്ള 1-2 കടക്കാരുണ്ട്, കൂട്ടുകാരാണ്. അവർ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് ഒരു ചാക്കെടുത്ത് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, അവരും പോകാറുണ്ട്. ഏതായാലും വേപ്പ് കൃഷിയുണ്ട് നല്ല രീതിയിൽ പ്രയോജനം പ്രദേശവാസികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഈ പറയുന്ന ഫ്ലോറികൾച്ചർ ഫോർ ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഓണം മാർക്കറ്റുകളെയും അതേപോലെ ഈ പുഷ്പ മാർക്കറ്റുകളെയൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കൃഷി എന്ന രീതിയിൽ കൊണ്ടുവന്നൊരു സംവിധാനമാണ്. അത് ചില സ്ഥലങ്ങളിലെല്ലാം നല്ല വിജയമായിട്ട് വന്നു, പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്താണ് പരാജയമായിട്ട് വന്നു. എന്നാലും പരാജയമായിട്ടൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. സർക്കാരിൻ്റെ ഫണ്ട് ജനങ്ങളിലേക്ക് തന്നെ എത്തുന്നതിനുള്ള മറ്റൊരു മാർഗം എന്ന രീതിയിൽ കണ്ട് നമുക്ക് അത് സമാശ്വസിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയല്ലേ ലിൻസാർ, നമുക്ക് സമാശ്വസിക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ സാറേ, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ മൺസൂൺ ഇമ്പാക്റ്റിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാലാവസ്ഥ എന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. അപ്പോൾ ഇതിൻ്റെ നനച്ചു കൊടുക്കുന്നൊരു ചുമതല എന്ന് പറയുന്നത് മൺസൂണാണ് ചെയ്യുന്നത്. നമുക്ക് 2 തരത്തിലുള്ള മൺസൂണുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറഞ്ഞിട്ടുള്ള മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയും അങ്ങ് ചിലപ്പോൾ കണ്ടേക്കാം മഴ. അത് ഏകദേശം ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഉണ്ടായിരിക്കുന്നത് മഴ എന്ന് പറയുന്നത്. അതേപോലെ നവംബർ ഒക്ടോബർ മാസങ്ങളിൽ നമുക്കൊരു മഴ കിട്ടാറുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്? വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന മൺസൂണാണ് അത്. ഇത് കൂടുതലും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ ഇവിടെ ഏത് തരത്തിലുള്ള കൃഷിയാണ് പ്രധാനമെന്ന് ചോദിച്ചാൽ നമുക്ക് ഖാരിഫ് ക്രോപ്പുകളാണ് നമ്മുടെ ഇവിടെ കൂടുതൽ കൃഷി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കാര്യം അത് മൺസൂണിൻ്റെ ഇമ്പാക്റ്റാണ്. ഈ മൺസൂണിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന നേരത്ത് കൃഷിയെ ഈ മൺസൂൺ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മൺസൂണിൻ്റെ സഹായം കൊണ്ടുണ്ടാകുന്ന ആ ഒരു വിളവുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഖാരിഫ് എന്ന് പേരിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഇനി വിളവുകൾക്ക് ഈ തണുപ്പ് അത്യാവശ്യമായിരിക്കുന്നൊരു ഘട്ടമാണെങ്കിൽ ഈ തണുത്ത അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ആ കൃഷി നല്ല രീതിയിൽ വരികയുള്ളൂ, നല്ല ഉൽപ്പാദനക്ഷമത കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേര് റാബി കൃഷി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ചില വിളവുകൾക്ക് എന്ത് വേണം? നല്ല ചൂടുണ്ടാവണം. നല്ല ചൂടുണ്ടായെങ്കിൽ മാത്രമേ ചില വിളവുകൾക്ക് നല്ല രീതിയിൽ അതിന് വളർന്നു വലുതാകാനും ഉദ്ദേശിക്കുന്ന റിസൾട്ട് തരാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ചൂട് കൂടുതൽ വേണ്ടുന്ന ആ വിളകൾക്ക് നമ്മൾ പറയുന്നവരാണ് സയ്യിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രോപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതാണ് മൺസൂൺ ക്രോപ്പ് എന്ന പേരിൽ ഈ ഖാരിഫും അതേപോലെ വിൻ്റർ ക്രോപ്പ് എന്ന പേരിൽ നമ്മൾ റാബിയെയും അതേപോലെ സമ്മർ ക്രോപ്പ് എന്ന പേരിൽ നമ്മൾ സയ്യിദിനെയും വിശേഷിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഇത് നമ്മൾ ഒരു എക്സ്പോർട്ട് ടാരിഫുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ട് ചലഞ്ചസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു കാര്യമുണ്ടെന്നാണ് 50% തീരുവ എന്ന് പറയുന്നത് ഇന്ത്യൻ സാധനങ്ങൾക്ക് ആര് ചുമത്താൻ പോവുകയാണ്? അമേരിക്ക ചുമത്താൻ പോവുകയാണതാ. ഈ മാസം കഴിയുമ്പോൾ തൊട്ട് അങ്ങോട്ട് വരികയാണ്. ആരംഭിച്ചോന്ന് എനിക്കറിയില്ല, ഈ ആഴ്ച മുതലായിരിക്കുമല്ലേ ആരംഭിക്കുന്നത്? സെപ്റ്റംബർ 28 മുതലല്ലേ? അതെ സാറേ, അതെ. അപ്പോൾ അങ്ങനെ അമേരിക്ക താരിഫ് കൂട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് പോകുന്ന വെജിറ്റബിൾസ്, പച്ചക്കറി, പച്ചക്കറി മുതലായ ഐറ്റംസിനൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും? ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വില എത്രയാണോ അതിൻ്റെ ആ പകുതി കൂടി വില കൂടും. അപ്പോൾ അവർക്ക് നല്ല പൈസ ചിലവാകും. ഇന്ത്യക്കാരൻ്റെ സാധനം വാങ്ങിക്കാനായിട്ട് അമേരിക്കക്കാരന് പൈസ കൂടുതൽ ചിലവാകും. അങ്ങനെ പൈസ കൂടുതൽ ചിലവാകുമെന്നോർത്ത് ഈ അമേരിക്കക്കാർ ഇന്ത്യയുടെ ഉൽപ്പാദനം
വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കും. അങ്ങനെ അളവ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വിദേശ മാർക്കറ്റ് നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ വിദേശ മാർക്കറ്റ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ വിദേശ നാണ്യം നേടുവാനുള്ള അവസരം കുറയും. അതൊക്കെയാണ് ഈ പറയുന്ന 50% താരിഫ് വെച്ച് കഴിയുമ്പോഴുള്ള ആ ഒരു ഇതാണ് പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി കൂടി ഒന്ന് ഓർത്തേക്ക് എന്തായിരിക്കാം? ദ സ്റ്റേറ്റ് ഈസ് ഇൻട്രൊഡ്യൂസിങ് എ സമുചിത ക്രോപ്പ് ഡിറ്റർമിനേഷൻ സ്കീം ടു അസിസ്റ്റ് ഫാർമേഴ്സ് ഇൻ പിക്കിംഗ് സ്യൂട്ടബിൾ ക്രോപ്സ് ബേസ്ഡ് ഓൺ ലോക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ ഈ കയറ്റുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഉൽപ്പന്നം വേണം. അപ്പോൾ എല്ലാ മേഖലയിലും ഒരേ ഉൽപ്പന്നം തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഓരോ മേഖലയും പ്രത്യേകമായിട്ട് എടുത്ത് പഠിച്ചിട്ട് ആ മേഖലയ്ക്ക് അനുയോജ്യമാകുന്ന ഉൽപ്പന്നം നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കൃഷി ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകുന്നത് എന്ന് കണ്ടറിഞ്ഞ് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ് സമുചിത ക്രോപ്പ് ഡിറ്റർമിനേഷൻ സ്കീം എന്ന പേരിൽ നമ്മൾ വിശേഷിപ്പിക്കേണ്ടുന്ന സ്കീം എന്ന് പറയുന്നത്. ഇനി ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമ്മർ നോക്കിയാൽ എന്തായിരിക്കാം? നമ്മൾ സ്റ്റാപ്പിൾ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. അരിയെപ്പറ്റി നമ്മൾ പറഞ്ഞു, കപ്പയെപ്പറ്റി പറഞ്ഞു, മില്ലറ്റ്സിനെ പറ്റി പറഞ്ഞു, പൾസസിനെ പറ്റി പറഞ്ഞു. അതിൽ മില്ലറ്റും പൾസസും എന്ന് പറയുന്നത് എന്താണ്? കൃഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റൈസും ടാപ്പിയോയ്ക്കുമൊക്കെ ഇവിടെ അതേ രീതിയിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ തോട്ടവിളകളെ പറ്റി നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നാണ്യവിളകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് കോക്കനട്ട് ഉണ്ട്, ഇന്ത്യയുടെ 70% നമ്മളാണ്. റബ്ബറുണ്ട്, 90% നമ്മളാണ്. സ്പൈസസ് ഉണ്ട്, പെപ്പർ, കർഡാമം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നട്ട് മെഗ് എന്ന് പറഞ്ഞിട്ടുള്ള ജാതിക്ക മുതലായ സാധനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെയോ കാഷ്യൂവും ടീയും കോഫിയും എല്ലാം നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഫ്രൂട്ട് ആൻഡ് അതേഴ്സ് ആ പ്രൊഡക്ഷൻ നമുക്കുണ്ട്. അതിലാണ് ബനാന, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, കൊക്കോ എന്നിവയൊക്കെ വരുന്നത്. ഇനി ഇൻഡിജിനസ് വെറൈറ്റീസ് ഉണ്ട്. ഇൻഡിജിനസ് വെറൈറ്റീസ് എന്ന് പറയുന്നത് വയനാട് അറോമാറ്റിക് റൈസ് ഉണ്ട്, അട്ടപ്പാടി തുവരയുണ്ട്, ജീരകശാല, ഗന്ധകശാല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റംസും ഒക്കെ അവിടെ വരുന്നതാണ്. ഇനി പ്രധാനമായിട്ട് ഈ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന ട്രെൻഡുകളിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്, അല്ലേ? ഓർഗാനിക് ഫാമിംഗ്. ആ ഓർഗാനിക് ഫാമിംഗ് നമ്മൾ ആ സിനിമയുടെ കാര്യമൊക്കെ പറയുന്നത് ഇവിടെയാണ്. പിന്നെ ഈ ഫ്രൂട്ട്, നമ്മുടെ റംബൂട്ടാനും അതേപോലെ മാംഗോസ്റ്റിനുമൊക്കെ ഇവിടെ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ വന്നു. പിന്നെ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു പുഷ്പകൃഷിയിലേക്ക് നമ്മൾ വന്നു. പിന്നെ വേസ്റ്റ് ലാൻഡ് കൺവർഷൻ എന്ന രീതിയിലേക്ക് നമ്മൾ വന്നു. അതായത് ജൈവസമൃദ്ധം കാട്ടാക്കട പ്രൊജക്റ്റ് നമ്മളവിടെ പറഞ്ഞതൊക്കെ ഓർക്കുക. പിന്നെ നമ്മുടെ ഈ പറയുന്ന കൃഷിയെ സ്വാധീനിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. അവിടെയാണ് മൺസൂൺ പാറ്റേൺ വരുന്നത്, ട്രേഡ് ടാരിഫുകൾ വരുന്നത്, ക്രോപ്പ് പ്ലാനിങ് സ്കീംസ് വരുന്നത്. അപ്പം പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ക്രോപ്പ് അല്ലെങ്കിൽ വിളയെ കണ്ടെത്തുന്ന പരിപാടിയാണ് ക്രോപ്പ് പ്ലാനിങ് സ്കീം എന്ന് പറയുന്നത്. ട്രേഡ് ടാരിഫ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഉൽപ്പന്നത്തിന് ഏറ്റവും കൂടുതൽ നികുതിയും ഏറ്റവും കുറച്ച് നികുതിയും അധിക നികുതിയും എല്ലാം ചുമത്തുന്ന പ്രദേശങ്ങൾ നമ്മൾ തിരിച്ചറിയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടോപ്പിക് എന്ന് പറയാൻ നേരത്ത് കേരളത്തിൻ്റെ എക്കോണമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള അഗ്രികൾച്ചർ എക്കോണമി എന്ന് പറയുന്ന മേഖല ഇതാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കിയാൽ ഈ കൃഷി നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭൂമി എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ കേരളത്തിലെ ഭൂമിയും ഭൂമിയുടെ ഉപയോഗ സാധ്യതകളെയും കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാര്യം അതും സമ്പത്തും ഇന്നിമറിയുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് ലാൻഡ് യൂസ് പാറ്റേൺ ഇൻ കേരള എന്ന് പറയുന്ന ഒരു മേഖലയെക്കുറിച്ച് നമുക്ക് നോക്കാം, അല്ലെ? ലാൻഡ് യൂസ് പാറ്റേൺസ് ഇൻ കേരള. അപ്പോൾ കേരളത്തിലെ ലാൻഡ് പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആ ഒരു ഭൂമി എന്ന് പറയുന്നത് എത്രയാണ്? അത് 13 ക്ലാസ്സസ് ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. കേരള സ്പാൻസ്, അതെ, 38,86,000 ഹെക്ടർ എന്ന രീതിയിലുള്ളൊരു കണക്കിലാണ് നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു ഭൂമിയുടെ വിസ്തൃതിയെ പറ്റി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ ഭൂമി 13 മേഖലകളായിട്ട് നമ്മൾ തിരിക്കുന്നു. ആ 13 മേഖലയിൽ പ്രധാനമായിട്ടും ഉള്ളത് എന്താണ്? കാട് പിടിച്ച് കിടക്കുന്ന മേഖലയുണ്ട്, കൃഷി ചെയ്യുന്ന മേഖലയുണ്ട്, പിന്നെയോ കൃഷി ചെയ്യാനായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആ മേഖലയുണ്ട്, ഫാളോ ലാൻഡുണ്ട്, പിന്നെയോ കൾട്ടിവേബിൾ വേസ്റ്റ് ലാൻഡുണ്ട്, കൃഷി ചെയ്യാൻ സാധിക്കുന്ന വേസ്റ്റായിട്ട് കിടക്കുന്ന ഭൂമിയുണ്ട്, പിന്നെയോ തണ്ണീർത്തടങ്ങളുണ്ട്, ജലാശയങ്ങളുണ്ട്, കൃഷി ചെയ്യാത്ത ഭൂമിയുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഏകദേശം ഒരു 13ഓളം തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിയെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. 2022-23 കണക്ക് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തം കൃഷി ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 19.91 ലക്ഷം ഹെക്ടർ ഏരിയ. അതായത് കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 51.24% മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഉപയുക്തമായിട്ടുള്ള ഒരു ഏരിയ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അതിൽ ഫോറസ്റ്റ് ലാൻഡ് എന്ന് വെച്ചാൽ 27.83% ഫോറസ്റ്റ് ലാൻഡ്. അതേപോലെ നോൺ അഗ്രികൾച്ചറൽ യൂസ്, കൃഷി ചെയ്യാതെ കിടക്കുന്ന ഭൂമി എന്ന് വെച്ചാൽ 12.52% ഭൂമിയുണ്ട്.
കൾട്ടിവേബിൾ വേസ്റ്റ് അല്ലെ, കൃഷി ചെയ്യാൻ പറ്റുന്ന വേസ്റ്റായിട്ട് കിടക്കുന്ന മേഖല എന്ന് പറയുന്നത് എത്രയാണ്? 2.45% മേഖലയുണ്ട്. പിന്നെ കറണ്ട് ഫാളോ എന്ന് പറയുന്നത് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 കൊല്ലം നമ്മൾ തരിശായിട്ടിട്ടിട്ട് ആ പ്രദേശം ഫെർട്ടിലിറ്റി കൂടിക്കഴിയാൻ നേരത്ത് വീണ്ടും കൃഷി ചെയ്യുന്ന അതാണ് കറണ്ട് ഫാളോ എന്ന് പറയുന്നത്. അത് 1.63 ഉണ്ട്. അതർ ഫാളോ എന്ന് പറയുന്നിടത്ത് 1.29 ഉണ്ട്. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഭൂമിയുടെ ഏകദേശം 51.24% മാത്രമാണ് നമ്മൾ എന്താണ് കൃഷിക്ക് അല്ലെങ്കിൽ കൃഷിയുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇനി ഇപ്പോഴത്തെ ട്രെൻഡ് എങ്ങനെയാണ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം അല്ലേ. 1956-57 കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു? നോൺ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് വാസ് അറൗണ്ട് 5%. അതായത് കൃഷിക്ക് ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഭൂമി എന്ന് പറയുന്നത് ഏകദേശം 5% ഭൂമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കൃഷിക്ക് ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഏകദേശം ഒരു 60 കൊല്ലങ്ങൾക്ക് ശേഷം 1956-57 ശേഷം 60 കൊല്ലങ്ങൾക്ക് ശേഷം നമ്മൾ ഇതേ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ എന്തായി? ഈ 5% എന്ന് പറയുന്നത് അതിൻ്റെ നേരെ ഇരട്ടിയായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കൃഷിക്ക് ഉപയോഗിക്കാതെ നോൺ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് എന്ന് പറയുന്നത് ഇത്രയാണ് 11% മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും മാറ്റം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ അത് കൃഷി ചെയ്യാതിരിക്കുന്നത് കൊണ്ടല്ല, കൃഷിഭൂമി എന്ന് പറയുന്നത് നഗരവൽക്കരണത്തിന് വിധേയമാക്കപ്പെടുകയും വികസനം വരികയും ചെയ്തത് കൊണ്ടാണ് നോൺ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ് എന്ന് പറയുന്നത് 5%-ൽ നിന്നും 11%-ആയിട്ട് വർദ്ധിച്ചത്. ഇപ്പോൾ നാഷണൽ ഹൈവേ പോകണമെന്നുണ്ടെങ്കിൽ പാടശേഖരങ്ങൾ നികത്തണം, അപ്പോൾ അവിടുത്തെ കൃഷി എന്ന് പറയുന്നത് മാറും. റെയിൽവേ ട്രാക്കുകൾ വരണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ എയർപോർട്ടുകൾ വരണമെന്നുണ്ടെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ആ ഭൂമിയെ നഗരവൽക്കരണത്തിൻ്റെ പരിധിയിൽപ്പെടുത്തിയിട്ട് നോൺ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി അഗ്രികൾച്ചർ ചേഞ്ച് അല്ലെ, കാർഷിക മേഖലയിലുണ്ടായിട്ടുള്ള ഒരു മാറ്റങ്ങൾ നമ്മൾ നോക്കിയാൽ ഏകദേശം 1960-69 കാലയളവിൽ ക്രോപ്പ്ഡ് ഏരിയ എന്ന് പറയുന്നത് 26% ഉണ്ടായിരുന്നത്. അതായത് 4-1 മേഖല നമ്മൾ എന്ത് ചെയ്തിരുന്നു? കൃഷി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. 1975-നും 2003-നും ഇടയിൽ എന്താണ്? റൈസ് കൾട്ടിവേഷൻ ഡിക്ലൈൻഡ് ബൈ 60%. അതായത് നമ്മുടെ നെല്ലിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് 60%-ആയിട്ട് കുറഞ്ഞു. അതായത് 100 കിലോ ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാനത്ത് 60 കിലോ എന്ന രീതിയിലേക്ക് കുറഞ്ഞു. അതായത് 40%-ഓളം കുറവ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ ആ കാലയളവിൽ എന്താണ്? തേങ്ങയും റബ്ബറും അടയ്ക്ക മരവും അതേപോലെ വാഴയും ഒക്കെ, വാഴ നമ്മുടെ ബനാന അങ്ങനെയുള്ള വാഴയും ഒക്കെ എന്താണ്? നല്ല രീതിയിൽ വർദ്ധിച്ചു. 2003 വരെയുള്ള കാലയളവിൽ നാളികേരം 106%, അതുപോലെ റബ്ബർ 627% വർദ്ധിച്ചു, അടയ്ക്ക എന്ന് പറയുന്നത് 41% വർദ്ധിച്ചു, പ്ലാന്റെയിൻസ് എന്ന് പറയുന്നത് 96% വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ വർധനവ് മേഖലയിലുണ്ടായി. ഇത് നമ്മുടെ വനത്തിൻ്റെ മേഖലയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കാം? കേരളത്തിൻ്റെ വനഭൂമി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടൊരു കാലഘട്ടം എന്ന് പറയുന്നത് 1940-നും 70-നും ഇടയിലുള്ളൊരു കാലഘട്ടമാണ്. കാര്യം ഈ കാലഘട്ടമാണ് കുടിയേറ്റത്തിൻ്റെ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നൊരു കാലഘട്ടം. 1940-നും 70-നും ഇടയിലുള്ളൊരു കാലഘട്ടം കേട്ടോ. പിന്നെയോ ലേറ്റർ ഫർദർ ഡിഗ്രഡേഷൻ ഒക്കേർഡ് ഡ്യൂ ടു അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ ആൻഡ് മോണോകൾച്ചർ ഗ്രോത്ത്. പിന്നീട് കൃഷിഭൂമി വികസിപ്പിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് വെട്ടിപ്പിടുത്തതിനൊക്കെ ആയിട്ട് ആളുകൾ കുടിയേറിയ ആ ഒരു കാലം, അതോടുകൂടി വനഭൂമി എന്ന് പറയുന്നത് എന്തായി? കുറഞ്ഞു എന്നാണ് പറയുന്നത്. ഏകദേശം 5000 ഹെക്ടർ പെർ ഇയർ എന്ന രീതിയിലാണ് കുറവുണ്ടായത് എന്നാണ് പറയുന്നത്. ഓരോ വർഷവും 5000 ഹെക്ടർ വനഭൂമി എന്ന് പറയുന്നത് എന്താണ് മാറ്റപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ജില്ലാതലത്തിലുള്ള ആ ഒരു ഇൻസൈറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന മാറ്റം എങ്ങനെയാണ്? ഹോർട്ടിക്കൾച്ചർ അല്ല, നമ്മുടെ പുഷ്പഫല സസ്യം, അതാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. കവേഴ്സ് നിയർലി 29.75% ഓഫ് കേരളാസ് ലാൻഡ്. അതായത് ഇപ്പോൾ നമ്മുടെ റബ്ബറും കോക്കനട്ടും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഹോർട്ടിക്കൾച്ചർ മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കൃഷിഭൂമിയുടെ ഏകദേശം ഒരു 30%-ഓളം ഈ ഹോർട്ടിക്കൾച്ചറൽ ഏരിയ എന്ന് പറയുന്നത്. അതിൽ മലപ്പുറം ആണ് ഏറ്റവും കൂടുതലുള്ളതെന്നാണ് പറയപ്പെടുന്നത്, മലപ്പുറം. ഇനി ഫോറസ്റ്റ് കവർ നോക്കിയാലോ, ഇടുക്കി ഹാസ് ദ മാക്സിമം ഫോറസ്റ്റ് ഏരിയ. അത് ഇടുക്കിയുടെ പകുതിയും ആരാണ്? ഈ വനപ്രദേശമാണെന്ന് പറയുന്നത്. ഇടുക്കിയുടെ പകുതിയും വനപ്രദേശമാണ്. ആലപ്പുഴയ്ക്ക് എന്താണ്? ഞങ്ങൾക്ക് വനമേ ഇല്ല, വനമില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ എന്നാലും ഞങ്ങളുടെ നാട്ടിലൊരു റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, വീയപുരം എന്ന് പറഞ്ഞിട്ടൊരു റിസർവ് ഫോറസ്റ്റ് ഉണ്ട്. ഏകദേശം 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കാടുണ്ട്, അതാണ് വീയപുരം റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കൾട്ടിവബിൾ ലാൻഡ് ഉണ്ട്. കൾട്ടിവബിൾ ലാൻഡ് എന്ന് പറയുന്ന നേരത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുവാനായിട്ട് ഭൂമി ഉള്ള ഏരിയ എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയ്ക്കാണ്. അപ്പോൾ പാലക്കാട് ജില്ലയാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഏരിയ. ഏറ്റവും കൂടുതൽ വനം ഉള്ളത് ഇടുക്കിയിൽ, ഒട്ടും വനം ഇല്ലാത്തത് ആലപ്പുഴയിൽ. ഏറ്റവും കൂടുതൽ ഹോർട്ടിക്കൾച്ചർ സാധ്യതകളുള്ള ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുമാണ്. ഇത് നമ്മൾ വെറ്റ് ലാൻഡ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, വെറ്റ് ലാൻഡ് സിസ്റ്റം
വെറ്റ്ലാൻഡ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ തണ്ണീർത്തടം എന്നാണ് പറയണത്. കോൾ വെറ്റ് ലാൻഡ്സ് ഉണ്ട്. കോൾ വെറ്റ് ലാൻഡ്സ്, അതായത് കായൽ നിലങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കോൾ നിലങ്ങൾ എന്ന് വിളിക്കുന്നു. കോൾ നിലങ്ങൾ. എ യുണീക്ക് പാഡി കൾട്ടിവേഷൻ സിസ്റ്റം ഇൻ തൃശ്ശൂർ ആൻഡ് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഫ്ലഡഡ് ഹാഫ് ദ ഇയർ സപ്പോർട്ടിംഗ് റൈസ് കൾട്ടിവേഷൻ ആൻഡ് നാച്ചുറൽ ഡ്രെയിനേജ്. അതായത് വർഷത്തിൽ 6 മാസക്കാലത്തോളം എന്തായിരിക്കും അവിടെ വെള്ളം ഉണ്ടായിരിക്കും. പകുതിയോളം കാലങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കും. അല്ലാത്ത സമയത്ത് കൃഷിയും ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത്. കൂടുതൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയാണ്. അതാണ് കോൾ വെറ്റ് ലാൻഡ്സ് എന്നാണ് പറയുന്നത്. തൃശ്ശൂരിലും മലപ്പുറം ജില്ലകളിലും ഒക്കെ ഉണ്ട്. ലിൻസിൻ്റെ നാട്ടിലുണ്ടോ ലിൻസ് ഇത്? സാർ ഞങ്ങളുടെ നാട് ഇതിന്റെ നടുക്കാണ് ഞങ്ങളുടെ നാട്. കോൾലാൻഡിന്റെ ഒരു സാറിന്റെ ഏകദേശം ആലപ്പുഴ പോലത്തെ ഒരു നാടാണ് ഞങ്ങളുടെ ഭാഗം. എന്റെ നാടിന്റെ പേര് പറപ്പൂർ എന്നാണ് സാറേ. ആ പറപ്പൂർ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം പറപ്പുകളുടെ നാട്, അതായത് പറവകളുടെ നാട് എന്നുള്ള രീതിയിലാണ്. ഞങ്ങളുടെ അവിടെ വളരെയധികം ദേശാടന പക്ഷികൾ വരാറുള്ള ഒരു കോൾ ലാൻഡ് ആണ്. കോൾ ഇങ്ങനെ കടല് പോലെ കിടക്കുന്ന കോൾ ലാൻഡ് ആണ് സാർ. ഇതൊരു കണ്ടിന്യൂഷൻ ആണ്. തൃശ്ശൂർ ഭാഗത്ത് കോൾ ലാൻഡ് ഏകദേശം തൃശ്ശൂർ ജില്ലയുടെ മധ്യഭാഗത്ത് കൂടി ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. നല്ല നീളമുള്ള ഒരു ഭയങ്കര നീളമുള്ള ഒരു കോൾ കണ്ടിന്യൂഷൻ ആണ് കോളിന്റെ. പുള്ളൊക്കെ ഉണ്ട് അല്ലെ? പുള്ളൊക്കെ തുടങ്ങിയിട്ട് അത് ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ടീച്ചറെ. ഇത് പുള്ള്, അതുപോലെ തന്നെ വീണ്ടും അങ്ങോട്ട് നീണ്ട് ഈ കാഞ്ഞാണി, ആനമാക്കൽ അങ്ങനെയൊക്കെ ഭാഗമൊക്കെ വഴിക്ക് വരും. റെഗുലേറ്റർ ബ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഇതിന്റെ ഇടയില്. ഞങ്ങളുടെതാണ് ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ്, തണ്ണീർമുക്കം ബണ്ട്. അതെ തണ്ണീർമുക്കം വഴി പലതവണ പോയിട്ടുണ്ട് സാർ. ഇനി വരുമ്പം ഇങ്ങോട്ട് പോരും കേട്ടോ. തണ്ണീർമുക്കത്ത് 5 കിലോമീറ്ററിൽ വരാ സാർ. ഒരിക്കലും നമുക്ക് എല്ലാവർക്കും കൂടണം തീർച്ചയായിട്ടും. അപ്പോൾ ഇത് നമ്മൾ നോക്കിയ അടുത്ത വെറ്റ്ലാൻഡ് ലോസ് ആണ് അല്ലേ. വെറ്റ്ലാൻഡ് ലോസ് എന്ന് വെച്ചാൽ നമ്മുടെ തണ്ണീർത്തടങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു മേഖല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ 1990, 2001 ഒരു കാലയളവുണ്ട്. ഏകദേശം ഒരു 20 വർഷത്തെ കാലയളവ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടായിരുന്ന വെറ്റ്ലാൻഡുകൾ എന്ന് പറയുന്നത്, തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത് എന്തായി ചുരുങ്ങി അല്ലെ. 2,35,000 ഹെക്ടറിൽ നിന്ന് അതുകൊണ്ട് 1,60,000 ഹെക്ടർ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ഇത് ചുരുങ്ങി വരികയാണ്. അതായത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, 1/3 ഭാഗം എന്ന് പറയുന്നത് എന്തായി പതുക്കെ ചുരുങ്ങുകയാണ്. അതെങ്ങനെ ചുരുങ്ങി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, വയൽ നികത്തൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നല്ലോ പഴയ കാലം. നമ്മുടെ VS-ൻ്റെ വെട്ടിനിരത്തൽ സമരമൊക്കെ വന്നില്ലേ, ഇതിനെതിരായിട്ടായിരുന്നു അത്. തണ്ണീർത്തടങ്ങൾ നികത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അതിൻ്റെ പ്രാരംഭഘട്ടം എന്നുള്ള നിലയിൽ ആദ്യം എന്ത് ചെയ്യുന്നു, അവിടെ കൊണ്ടുവന്ന് നെല്ല് കൃഷി ചെയ്തിരുന്ന സ്ഥലത്ത് കൊണ്ട് ചെന്നിട്ട് പതുക്കെ എന്ത് ചെയ്യുന്നു, ഈ ചിറ പിടിപ്പിക്കും. അതായത് മണ്ണിനടിയിൽ നിന്നുള്ള അല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ നിന്ന് ചെളിയും മറ്റുമൊക്കെ കോരിയിട്ടൊരു തടമുണ്ടാക്കിയിട്ട് അവിടെ തൈ വെക്കുന്നു, തെങ്ങ് വെക്കുന്നു. പിന്നെ അവിടെ കൊണ്ടുവന്ന് മണ്ണും പുഴിയൊക്കെ ഇറക്കി ഇട്ടത് പറമ്പാക്കി മാറ്റുന്നു. അങ്ങനെ പതുക്കെ കൺവെർട്ട് ചെയ്ത് ഇതിനെന്താക്കി മാറ്റും, ഒരു കരയാക്കി മാറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ വെറ്റ്ലാൻഡ് ലോസ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെ വരുന്നത്. ഡ്യൂ ടു അർബനൈസേഷൻ ആൻഡ് കൺവേർഷൻ ടു കൊമേഴ്ഷ്യൽ ക്രോപ്പിംഗ് കോസിംഗ് ഫ്ലഡ്സ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ്. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പാടശേഖരങ്ങളൊക്കെ മണ്ണിട്ട് നികത്തി മറ്റു പല ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുമ്പോൾ എന്താണ്, വെള്ളം കെട്ടി നിൽക്കും. അവിടെ ഒഴുകിപ്പോകാൻ സംവിധാനമില്ല, അല്ലെങ്കിൽ വെള്ളത്തെ ശേഖരിക്കാൻ അവസ്ഥയില്ലാതെ വരാൻ നേരത്ത് അതെന്തിന് കാരണമാകുന്നു, നമുക്ക് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. അതേപോലെ ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ലെവൽ കുറയുന്നതിന് കാരണമാകുന്നു. അവിടെ ഉണ്ടാകുന്ന ആ ഒരു ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം എന്ന് പറയുന്നതിന് എന്താണ്, ആ ഒരു തകരാറുകൾ സംഭവിക്കുന്നു. അപ്പം ആ ഒരു വെള്ളം അല്ലെങ്കിൽ കാട് പോലെയൊക്കെയുള്ള പ്രദേശമാണെങ്കിൽ അവിടെ മീനും പലതരത്തിലുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ടാകും. അത് ആ അവസ്ഥയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ആ ജീവജാലങ്ങൾക്ക് ആവാസം വ്യവസ്ഥയിൽ നിന്ന് അവർക്ക് ജീവിക്കാനുള്ള ആ കേന്ദ്രം നഷ്ടപ്പെടുമ്പോൾ ആ ജീവിവർഗം തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടായി പോകും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വെറ്റ്ലാൻഡ് ലോസ് കൊണ്ടുവരുന്നത് അതാണ്. ഇനി നമ്മുടെ ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അത് പറഞ്ഞു പോകുമ്പോഴേ ഞാനൊരു പഞ്ചായത്ത് ജീവനക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് സാറ്. നമ്മുടെ ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം 2008 നിലവിൽ വരുന്നത്. അതിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, കേരളത്തിലെ 7 ലക്ഷത്തോളം ഹെക്ടർ മീൻസ് പാടശേഖരങ്ങൾ ഉണ്ടായിരുന്നത് 2 ലക്ഷത്തോളമായിട്ട് ചുരുങ്ങിയത് കൊണ്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന നിയമമാണ്. അപ്പൊ അത് കൊണ്ടുവന്ന ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഏത് രാഷ്ട്രീയക്കാർ ഭരിക്കുന്ന ഗവൺമെന്റുകളായാലും, ഇപ്പൊ ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലെ 2 സ്ഥാപനങ്ങൾ സാറ് കേട്ടിട്ടുണ്ടാവും. ഒന്ന് ലുലു കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ശോഭ സിറ്റി എന്ന് പറഞ്ഞിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും. രണ്ടും വരുന്നത് കോൾലാൻഡിന്റെ ഒത്ത നടുക്കാണ് വരുന്നത്. ഇത്രയും ഏരിയ നികത്തുന്നതിന് സ്പെഷ്യൽ ക്യാബിനറ്റ് സാങ്ഷൻ കൊടുത്തിട്ടാണ് വന്നത്. അപ്പൊ നിയമം ഒരു വഴിക്ക് പോകുന്നു, ക്യാബിനറ്റ് അല്ലെങ്കിൽ മന്ത്രിസഭ വേറെ തീരുമാനം എടുക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണേ.
അവിടെ ഇപ്പം യൂസഫലി കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതായത് തൃശ്ശൂരിൽ ലുലു മാള് എന്താണ് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയാണ്. അവിടെ എന്തോ CT മുകുന്ദനോ അങ്ങനെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അതിനെതിരായിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്നതെന്ന് പറയും ഈ പുള്ളിയുടെ. അതെ അതെ, അത് പാടം നികത്തിയ ഒരു സ്ഥലമാണ് സാറേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഈ ഇനി വരാൻ പോകുന്ന സ്ഥലവും ഈ പാടം നികത്തിയ സ്ഥലമാണ്. അപ്പൊ ചുളുവിലക്ക് വാങ്ങി അവിടെ മാള് പണിയാനാണ് യൂസഫ് അലിയുടെ ശ്രമം എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അവർക്ക് എല്ലാം കിട്ടുമല്ലോ, എല്ലാ പാർട്ടിയിലും ആൾക്കാരുണ്ടല്ലോ അവരുടെ. അതെ അതെ, അതാണ്. ഒരു മഴ പെയ്യുമ്പോഴേക്കും അവിടെയൊക്കെ നിറയെ വെള്ളം, ഭയങ്കര ഇഷ്യൂ ആണ് ആ സ്ഥലം അല്ലേ? അതെ അതെ അതെ. ഈ VS അച്യുതാനന്ദൻ സാറാണ് ഈ 2008 നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയത്. അതേ കക്ഷി തന്നെ ലുലു കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് ഇത് ചെളിയിൽ വിരിഞ്ഞ താമരയാണെന്നാണ് പറഞ്ഞത്. നല്ല ഉപമല്ലേ, ചെളിയിൽ വിരിഞ്ഞ താമര. അതെ. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഒരു കണ്ടീഷൻ നോക്കിയാൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തമ്മിൽ പരസ്പരം അങ്ങും ഇങ്ങും അടിയാണ്. പക്ഷെ ഇവരെല്ലാവരും വളരെ ശാന്തശീലരും സമാധാനപ്രിയരുമായിട്ടിരുന്ന് സൗഹൃദത്തോടെ സംസാരിക്കുന്നപ്പോഴും യൂസഫിൽ നടത്തുന്ന ഫംഗ്ഷനില്ല ഇതേപോലെ. അതെ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ലാൻഡ് റിഫോംസ് ഇൻ കേരള, ഇതിന് നമ്മുടെ ലാൻഡ് റിഫോംസിൻ്റെ ഒരു വീഡിയോ ക്ലാസ് നമ്മുടെ ഇതിലുണ്ട് കേട്ടോ, അതൊന്ന് കാണണം. പിന്നെ ഈ പറയുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെതും നമുക്കുണ്ട്, അതും കാണണം കേട്ടോ. ഞാൻ ഇട്ട് തന്നേക്കാം, ഇല്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ, മറക്കുകയാണെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ അതിൻ്റെ ലെജിസ്ലേഷൻ നമ്മൾ നോക്കിയാൽ, നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥ നമുക്കറിയാം. കുടിയാനും ജന്മിയും എന്ന് പറയുന്നൊരു വ്യവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടങ്ങളിൽ കുടിയാൻ എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടുകയും ജന്മി എന്ന് പറയുന്നത് കുടിയാൻ്റെ അധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ വിയർപ്പിൻ്റെ ഓഹരി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ജന്മി എടുക്കുന്നൊരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടുകൂടി അതിനെതിരായിട്ട് സമരം ചെയ്തുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇവിടെ അധികാരത്തിലൊരു ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റാണ് ആദ്യത്തെ CPI ഗവൺമെൻറ് എന്ന് പറയുന്ന നമ്മുടെ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെൻറ് വരുന്നത്. ആ ഗവൺമെൻറ് വന്നിട്ട് ഇവിടെ ഒരു അഗ്രേറിയൻ റിലേഷൻ ബില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നു. ആ ബില്ല് എന്ന് പറയുന്നത് കർഷകർക്ക് കൃഷിഭൂമിയിൽ ഉടമസ്ഥാവകാശം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ആ സംവിധാനത്തിന് എതിരായിട്ട് ഇവിടെ എന്തുണ്ടാവുകയാണ്, ഒരു സമരമെല്ലാം ഉണ്ടാവുകയാണ്. സമരത്തിൻ്റെ പരിണത ഫലമായിട്ട് ഗവൺമെൻറ് താഴത്ത് പോകുന്നു. ആ സമരത്തെ നമ്മൾ വിമോചന സമരമെന്ന് വിശേഷിപ്പിച്ചു. പിന്നീട് വന്ന പട്ടം താണപ്പിള്ളിയുടെ ഗവൺമെൻറ്റും R ശങ്കരൻ്റെ ഗവൺമെൻറ്റും ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് ഈ പറയുന്ന ഭൂപരിഷ്കരണ നിയമം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് അവർ പഠിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് അംഗീകരിക്കുകയും ചെയ്തു. 1967 വീണ്ടും അധികാരത്തിലെത്തിയ EMSൻ്റെ ഗവൺമെൻറ് ഈ കാർഷിക പരിഷ്കരണ ബില്ല് വീണ്ടും നല്ല ഭംഗിയായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ നിയമവശങ്ങളും മറ്റുമെല്ലാം ചർച്ച ചെയ്ത നിയമങ്ങൾ എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ആ മുന്നണിക്ക്, സപ്തകക്ഷി മുന്നണി എന്ന് പറഞ്ഞ മുന്നണിക്ക് ഒരു തകർച്ച ഉണ്ടാവുകയും പകരം ഐക്യമുന്നണി എന്ന് പറയുന്ന മുന്നണി നമ്മുടെ ലെൻസിൻ്റെയൊക്കെ നാട്ടുകാരനായിട്ടുള്ള പുതുക്കാടുകാരനായിട്ടുള്ള നമ്മുടെ അച്യുതമേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരികയും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ആ ഒരു ടൈമിലാണ് കേരള ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത് പാസ്സാക്കപ്പെടുന്നത്. 1970 ജനുവരി 1 കേരള ലാൻഡ് റിഫോംസ് അമെൻമെൻറ്റ് ആക്ട് എന്ന പേരിലുള്ള നിയമം പാസ്സാക്കപ്പെടുന്നത്. ഇതെന്ത് ചെയ്യുകയാണ്, ഭൂമി പിടിച്ചെടുക്കാനായിട്ട് ഗവൺമെൻറ്റിന് സപ്പോർട്ട് നൽകുന്നു. ഈ ഭൂമി പിടിച്ചെടുക്കാനായിട്ടുള്ള കേരള ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ പരിണത ഫലമായിട്ട് നിശ്ചിത ആ അളവിൽ കൂടുതൽ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരുടെ ഭൂമി എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഗവൺമെൻറ് പിടിച്ചെടുത്തിട്ട് അത് ഭൂമി ഇല്ലാത്ത ആളുകൾക്ക് വിതരണം ചെയ്ത് കൊടുക്കുന്നൊരു സംവിധാനത്തിലേക്ക് വന്നപ്പോഴാണ് കാസർഗോഡ് ജില്ലയിലെ എടനീർ മഠം എന്ന് പറയുന്ന ഒരു ഹൈന്ദവ മഠത്തിൻ്റെ അധിപതിയായിട്ടുണ്ടായിരുന്ന കേശവാനന്ദ ഭാരതി അദ്ദേഹത്തിൻ്റെ മഠത്തിൻ്റെ ഭൂമി ഈ കേരള സർക്കാർ വന്ന് കയ്യേറി എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ 31 പ്രകാരം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൗലിക അവകാശമാണെന്നും മാത്രമല്ല ആർട്ടിക്കിൾ 26 പ്രകാരം ഒരു റിലീജിയസ് എൻഡോമെൻ്റ് ആയിട്ടുള്ള എടനീർ മഠത്തിനെ ഈ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് എന്നും കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഫാലി നരിമാനും അതേപോലെ തന്നെ നമ്മുടെ NE പൽക്കിവാല എന്നീ 2 അഡ്വക്കേറ്റ്സിനെ വക്കാലത്തേൽപ്പിക്കുകയും അവർ കോടതിയിൽ ആ കേസ് ഭയങ്കരമായ രീതിയിൽ വാദിക്കുകയും കേശവാനന്ദ ഭാരതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി സമ്പാദിച്ചു കൊടുക്കുകയും ഉണ്ടായ ഒരു കേസാണ് നമ്മുടെ കേരള ലാൻഡ് റിഫോംസ് എന്ന പേരിൽ നമ്മൾ പഠിക്കേണ്ടുന്ന കേസ്. അത് ഭൂപരിഷ്കരണ നിയമങ്ങൾ എന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 10-40 മിനിറ്റ് വരുന്നൊരു ക്ലാസ്സാണ്, അത് എടുത്തിട്ടുള്ളതാണ്, അതുകൂടി കാണണം കേട്ടോ. അങ്ങനെയെന്ന് സംഭവിച്ചു. ഇവിടെ ഉടമകളായിട്ട് ഈ ഭൂമിയുടെ അടിയാളന്മാർ മാറ്റപ്പെട്ട ഒരു നിയമമായിരുന്നു കേരള ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്നത്. ഇതുപ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ 10 സെൻറ്റ്,
മുനിസിപ്പാലിറ്റികളിൽ 5 സെൻറ്റ്, കോർപ്പറേഷനുകളിൽ 3 സെൻറ്റ് എന്ന് പറയുന്നത് കുടികിടപ്പ് അവകാശമൊക്കെ ആയിട്ട് കിട്ടുന്നത് ഈ ഒരു നിയമത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടായിരുന്നു. പിന്നീടുണ്ടായ മാറ്റങ്ങൾ അല്ല ലേറ്റർ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ അമെൻമെൻറ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. പിന്നെയോ സെക്കൻഡ് ലാൻഡ് റിഫോം എന്ന് പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും. നമ്മുടെ സെക്കൻഡ് ലാൻഡ് റിഫോം എന്ന പേരിലെ കെ രാജൻ റവന്യൂ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ഈ ടൈമിൽ ഡിജിറ്റൽ സർവേ എന്ന പേരിൽ നമ്മുടെ നമ്മൾ നേരത്തെ നമ്മുടെ പറമ്പിൻ്റെ സ്കെച്ചൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ വില്ലേജിൽ ചെന്നിട്ട് നമ്മളൊരു ഫീസൊക്കെ അടച്ചു വേണമായിരുന്നു എടുക്കാനായിട്ട്. അപ്പോൾ അവർ അത് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയിൽ നമുക്കിങ്ങനെ തരും. ആ രീതിയായിരുന്നു ഉണ്ടായിരുന്നു. അവിടെ അഴുകി ദ്രവിച്ച് തീരാറായ ഒരു ഫയലിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ തണ്ടപ്പേരും മറ്റുമൊക്കെ ആയിട്ടുള്ള സാധനം. ആരുടെ തണ്ടപ്പേരിലാണോ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു സ്കെച്ചിങ്ങനെ എടുത്ത് തരും. നമുക്ക് പറമ്പ് തിരിക്കാനോ വേലി കെട്ടാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽവാസി ബഹളം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു സ്കെച്ചൊക്കെ കയ്യിലെടുത്ത് വെച്ചിട്ടായിരിക്കും മതിലോ വേലിയൊക്കെ കെട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന സംവിധാനം ഇപ്പോൾ എന്താണ് ഡിജിറ്റൽ രീതിയിലേക്ക് വരികയാണ്. അതായത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ നമ്മൾ GPS സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പറമ്പൊക്കെ കാണുന്നത് പോലെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആപ്പ് കാണുമായിരിക്കും. അതിന് എൻ്റെ ഭൂമി പോർട്ടൽ എന്ന് പറഞ്ഞൊരു പോർട്ടലുണ്ട്. അതുപ്രകാരം മാറ്റമെല്ലാം വരുത്തിയിട്ട് നമുക്ക് എന്താണ് ഡിജിറ്റലായിട്ട് തന്നെ നമ്മുടെ ഈ ഭൂമിയും മറ്റുമൊക്കെ കാണാനായിട്ടുള്ളതും അല്ലെങ്കിൽ നോക്കാനായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള സംവിധാനമായിരിക്കാം എന്നാണ് കരുതപ്പെടുന്നത്. അതിൻ്റെ പേരാണെന്താണ് ഭൂമി എന്ന് പറയുന്നത്. എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരു പോർട്ടലുണ്ട്. അതുപ്രകാരമാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ ഡിജിറ്റൽ സർവേ അത് പൂർത്തീകരിച്ചു. ഡിജിറ്റൽ സർവേ അറിയാമോ? സാറേ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് പൈലറ്റ് അടിസ്ഥാനത്തില്. പിന്നെ റാൻഡം മോഡലിൽ ചില വില്ലേജുകളിലൊക്കെ അത് തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് ഒന്ന് 2 വില്ലേജിലും മറ്റോ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ജില്ലയിലും 1-2 വില്ലേജുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പുരോഗതി ഉണ്ട് സാർ ആ കാര്യത്തിൽ. ഡ്രോണൊക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് കുറെ കാര്യങ്ങൾ. അതിപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു 1.5 കൊല്ലം മുമ്പ് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഇതിനു വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് നമ്മുടെ പരിചയത്തിലുള്ള 2-3 ചേച്ചിമാരൊക്കെ പോയിട്ട് അവരിതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അത് പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെയൊന്നും. ഓക്കെ അവിടെ കാസർഗോഡ് ഏകദേശം പൂർത്തിയായല്ലേ? കാസർഗോഡ് ജില്ല മൊത്തം എടുത്ത് ചെയ്യാൻ അതിപ്പോ എനിക്ക് തോന്നുന്നു 80% പൂർത്തിയായി എന്നാണ് വായിച്ചത്. നമ്മുടെ ആലപ്പുഴയൊന്നും പൂർത്തിയായിട്ടില്ല. അവിടെ തൃശ്ശൂരും 2-3 കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? തൃശ്ശൂര് 2 വില്ലേജിലും മറ്റോ കഴിഞ്ഞിട്ടുണ്ട് സാർ. ആലപ്പുഴയിൽ എനിക്ക് തോന്നുന്നു ഒരു വില്ലേജിലും മറ്റോ കഴിഞ്ഞു. അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് സാർ. ആലപ്പുഴയിൽ ഏതോ വില്ലേജ് മാരാരിക്കുളം തെക്കോ അങ്ങനെ ഏതൊരു വില്ലേജിൽ കഴിഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ. അതെ. അപ്പോൾ ഇനി നമ്മൾ നോക്കിയാൽ ഈ ലാൻഡ് റിഫോംസും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാൻഡ് അസസ്മെൻ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ എന്തെന്നറിയാമോ? ഇന്നീക്വാളിറ്റി ഓഫ് ലാൻഡ് ലോഡിസം. അതായത് ഭൂപ്രഭുക്കന്മാർ വന്നു കഴിയാൻ നേരത്ത് ഭൂമിയുടെ വിതരണത്തിലുണ്ടാകുന്ന ഒരു അസമത്വം ഉണ്ടാകും. അതൊരു പരിധിവരെ ഇല്ലാതെയാക്കാനായിട്ട് സാധിച്ചു. കാര്യം എല്ലാവരും ഭൂമി ഉള്ള ഭൂവുടമകളായിട്ട് മാറി. അതാണ് എൻഹാൻസ്ഡ് ടെനൻസ് റൈറ്റ്സ് ആൻഡ് ഓണർഷിപ്പ് സെക്യൂരിറ്റി. കൃഷി ചെയ്യുന്ന ഭൂമിയിൽ കർഷകൻ അവകാശം കിട്ടി, അവന് ഭൂമിയിൽ ഓണർഷിപ്പ് കിട്ടി, അവനെ ആരും കുടിയിറക്കി വിടില്ല എന്നുള്ള ഒരു സുരക്ഷിതത്വ ബോധവും അവന് കിട്ടുകയാണ്. പിന്നെ ഗ്രേറ്റർ അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റിയാണ്. അത് പക്ഷേ അത്രയ്ക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പറയുന്ന കൃഷിഭൂമി പണ്ട് ഒരു മുരിക്കൻ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. കായൽ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ വേമ്പനാട്ട് കായലിലെ കായൽ നിലങ്ങൾ ഈ ചെളി കുത്തി ബണ്ട് കെട്ടിപ്പൊക്കി അതിനകത്ത് വെള്ളം വറ്റിച്ച് സമുദ്രനിരപ്പിലും താഴെ കൃഷി ചെയ്യാമെന്ന് തെളിയിച്ച് വിജയം കൈവരിച്ചൊരു മനുഷ്യനാണ് കായൽ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജോസഫ് മുരിക്കൻ. അദ്ദേഹമാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രൊജക്റ്റ് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ കായലിന് കുറുകെ ഒരു മണൽച്ചറ കെട്ടിയിട്ട് ബണ്ടിൻ്റെ നിർമ്മാണം ഏറ്റവും കോറായി ഏരിയ നിർമ്മിച്ചു കൊടുത്തത് ഈ പറഞ്ഞ ജോസഫ് മുരിക്കനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാടശേഖരമാണ് റാണി, ചിത്തിര, മാർത്താണ്ഡം എന്നിങ്ങനെയുള്ള പാടശേഖരങ്ങളാണ്. അത് തിരുവിതാംകൂറിലെ രാജാവ് അല്ലെങ്കിൽ റാണി അവരുടെ പെർമിഷനോട് കൂടിയിട്ട് അദ്ദേഹം ചെയ്തതാണ്. തിരുവിതാംകൂറിലെ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷമുണ്ടായ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത ഒരു പ്രക്രിയയാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 1957 ശേഷം ഗവൺമെൻറ് വന്നിട്ട് ഈ പറയുന്ന ഭൂപരിഷ്കരണത്തിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ജോസഫ് മുരിക്കൻ്റെ കീഴിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഭൂമിയൊക്കെ എന്ത് ചെയ്തു? പിടിച്ചെടുക്കപ്പെട്ടു പോയി. അത് കർഷകർക്ക് വീതിച്ചു കൊടുത്തു. ആദ്യകാലങ്ങളിലൊക്കെ നല്ല രീതിയിൽ കൃഷി നടന്നു. പക്ഷേ പിന്നീട് ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ആളില്ലാതെ വന്നപ്പോൾ എന്താണ് കുട്ടനാട്ടിലെ കൃഷിഭൂമിയൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ പലതും തരിശ് കിടക്കുകയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഗ്രേറ്റർ അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ആദ്യകാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് നടന്നില്ലെന്ന് കൂടി ഓർത്തേക്കുക. പിന്നെയോ വീക്കനിങ് ഓഫ് കാസ്റ്റ് ബേസ്ഡ് പവർ സ്ട്രക്ചർ. പഴയ കാലത്തുണ്ടായിരുന്ന ജന്മിമാരെന്ന് പറയുന്ന എല്ലാവരും ഉയർന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഈ കൃഷിക്കാരെന്ന് പറയുന്ന ആൾക്കാർ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരുമൊക്കെ ആയിരുന്നു.
പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ആ നമ്മുടെ ലാൻഡ് റിഫോം നടന്നതോടുകൂടി എന്താണ്, തമ്പുരാക്കന്മാരെ പോലെ തന്നെ ആർക്കും ഭൂമി കിട്ടി, കീഴാളന്മാർക്കും ഭൂമി കിട്ടിയപ്പോൾ അവിടുത്തെ പവർ സ്ട്രക്ചറുകളൊക്കെ മാറി മറിയുകയാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കമായിട്ട് നമുക്ക് എടുക്കാം. ഇനി ലിമിറ്റേഷൻ രീതിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം തന്നെ ലിമിറ്റേഷനായിട്ട് ക്രിയേഷൻ ഓഫ് എക്സ്ട്രീംലി ഫ്രാഗ്മെൻറ്റഡ് ലാൻഡ് ലോഡ്സ് അല്ലേ, ക്രിയേഷൻ ഓഫ് എക്സ്ട്രീംലി ഫ്രാഗ്മെൻറ്റഡ് ലാൻഡ് ലോഡിങ്സ്, പിന്നെയോ റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് ഇൻ അഗ്രികൾച്ചർ, അതായത് കൃഷിയിലുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെടുകയാണ്, ലാൻഡ് അബാൻഡൻമെൻറ്റ്, ഭൂമിയൊക്കെ എന്താണ് ഉപേക്ഷിക്കപ്പെട്ട രീതിയിലോട്ട് വരികയാണ്, ആൻഡ് ഷിഫ്റ്റ് അവേ ഫ്രം ഫാമിംഗ്, കൃഷി ഉപേക്ഷിച്ച് മറ്റ് പല മേഖലകളിലേക്കൊക്കെ ആൾക്കാർ പോകുന്ന ഒരു രീതി വരികയാണ്. പിന്നെയോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ആൻഡ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ഡിഡിൻറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്, ഫാർമേഴ്സ് ഡൈവേഴ്സിഫൈഡ് ഓർ മൈഗ്രേറ്റഡ് ഫോർ ബെറ്റർ ഇൻകം, കൃഷിയിൽ നിന്ന് അധിക വരുമാനങ്ങളൊന്നും കിട്ടാതെ വരുമ്പോൾ കർഷകരായിട്ടുള്ള അച്ഛന്മാർ മക്കളെ മറ്റു പല കോഴ്സുകളും പഠിപ്പിക്കുകയും ആ മക്കൾ പഠിച്ച് ആ നാട്ടിൽ നിന്ന് മറ്റു നാടുകളിൽ തൊഴിൽ തേടി പോവുകയും കൂടുതൽ വരുമാനം കിട്ടുകയും അച്ഛാ കൃഷിയൊന്നും ചെയ്യണ്ട ഇനി എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ വിലക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സീസണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഈ കാർഷിക മേഖലയുടെ പ്രധാനപ്പെട്ട പരാജയമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുക. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രൈബൽ ലാൻഡ് ഉണ്ട്. ട്രൈബൽ ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഗോത്രങ്ങൾ അല്ലെ ഗിരിവർഗ്ഗങ്ങളൊക്കെ താമസിക്കുന്ന പ്രദേശമാണ് ട്രൈബൽ ലാൻഡ് എന്ന് പറയുന്നത്. ആ ട്രൈബൽ ലാൻഡ്സ് ആൻഡ് മുത്തങ്ങ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ലിൻസ് കോളേജിൽ പഠിക്കുന്ന ടൈം ആയിരിക്കും അല്ലേ മുത്തങ്ങ സംഭവം നടക്കുമ്പോൾ 2003 സമരങ്ങളൊക്കെ നടക്കുന്ന ടൈം? അതെ സാറേ, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്. ആ സമയത്താണല്ലോ ഒരു ആദിവാസി പയ്യൻ ജോഗി വെടിയേറ്റ് മരിക്കുന്നത്. CK ജാനുവും ഗീതാനന്ദനും ആദിവാസി ഇപ്പൊ സിനിമ ഇറങ്ങിയിട്ടുണ്ട് സാർ, അതിന്റെ സിനിമ ടോവിനോ അഭിനയിച്ച സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ. നരിവേട്ട, അതാണോ? നരിവേട്ട കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. നമ്മള് ഒരു സിനിമ പോലും വിടാറില്ല. എനിക്ക് സിനിമ കാണുന്നതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളത്, പക്ഷേ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്ത് തീർക്കേണ്ടതുകൊണ്ട് സിനിമ കാണാൻ ടൈം കിട്ടാറില്ല. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുടിച്ച് കിടക്കണത് മൊത്തം കാണാനായിട്ട്. അതെ. അപ്പോൾ ട്രൈബൽ ലാൻഡ് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ മുത്തങ്ങ ഇൻസിഡൻറ്റ് എന്ന് പറയുന്ന, ഞാൻ തിയേറ്ററിലൊന്നും പതിയാൻ പടം കാണാറില്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ടെലഗ്രാമിൽ വരുന്നത് ആണ് കൂടുതലും കാണുന്നത്. സമയം കുറവ്, അതാണ്. തിയേറ്ററിൽ പോയിക്കാണ് നമുക്കൊരു ഹാഫ് ഡേ മൊത്തത്തിൽ പോകാം. പിന്നെ നമ്മൾ നോക്കിയാൽ എന്താണ് മുത്തങ്ങ ട്രയൽ ട്രൈബൽ പ്രൊട്ടസ്റ്റ് എക്സ്പോസ്ഡ് സിസ്റ്റമാറ്റിക് ഡിലേസ് ഇൻ ട്രൈബൽ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ അണ്ടർ പെസ എന്ന് വെച്ചാൽ പഞ്ചായത്ത് ഈ എക്സ്റ്റൻഷൻ ഷെഡ്യൂൾഡ് ഏരിയാസ്. അതെ, പഞ്ചായത്ത്, അത് തന്നെ, പഞ്ചായത്ത് ഷെഡ്യൂൾഡ് ഏരിയാസിൽ പഞ്ചായത്ത് ചെല്ലുന്ന ഇത് കൂടുതലും നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയണിലാണ് ഈ പെസ ആക്ട് കൂടുതലും പ്രാവർത്തികമാക്കുന്നത്. നമ്മുടെ ഇവിടെ അധികം ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഏകദേശം ഇടമലക്കുടിയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണോ പഞ്ചായത്ത്? ഇല്ല സാറേ, നമ്മളിവിടെ അത് ശരിക്കും പറഞ്ഞ പെസ ഇൻ കേരള എന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഞാൻ ഇവിടെ നമ്മുടെ കില എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അവിടെ നമ്മള് ഇപ്പൊ സാറ് അറിഞ്ഞിരിക്കും, നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരെ, അതായത് ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറിമാരെ ഇന്നലെ അഡ്വൈസ് ചെയ്ത് അറിഞ്ഞായിരിക്കും. അപ്പൊ അവർക്ക് ഒരു 3 മാസം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഞാനൊരു ഫാക്കൽറ്റിയാണ്, അവരെ പഠിപ്പിക്കുന്ന ഒരു ഫാക്കൽറ്റി കൂടിയാണ്. 3 മാസത്തെ ട്രെയിനിങ് ആദ്യമായിട്ടാണ് സെക്രട്ടറിമാർക്ക്. ഞങ്ങളൊക്കെ ഡയറക്റ്റ് ഇതുപോലെ സെക്രട്ടറിമാരായവരാണ്. ഒരാഴ്ച മാത്രമാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് കിട്ടിയത്. പുതിയ കുട്ടികൾക്ക് അപ്പൊ നല്ല രീതിയിലുള്ള ട്രെയിനിങ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഡിസ്കഷൻ വന്നായിരുന്നു. അപ്പൊ എക്സ്പെർട്സ് പറഞ്ഞത് എന്താണെങ്കിൽ ഇടമലക്കുടിയിൽ പെസ അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും ഒരു ഓട്ടോണമസ് സ്വഭാവമുള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് പോലും കൺട്രോൾ ഇല്ലാത്ത തരത്തിലുള്ള ഒരു അത്രയും അധികാരമുള്ള ഈ ട്രൈബൽ വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അധികാരമാണ്. അതാണ് നോർത്ത് ഈസ്റ്റിൽ കൂടുതലും കാര്യം. അവരാണല്ലോ, അവർക്ക് പ്രത്യേക സംസ്ഥാനം വേണം, പ്രത്യേക ജില്ല വേണം, അവരുടെ പ്രത്യേക ഗോത്രത്തിന് കുറെ അധികാരം വേണമെന്ന് പറയുന്ന ആൾക്കാർ. അതുകൊണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് ഈ പെസ കൊണ്ടുവന്നിരിക്കുന്നത്. രാജീവ് ഗാന്ധിയാന്ന് തോന്നുന്നു സാർ അത് കൊണ്ടുവന്നേ. അതെ 86 മറ്റോ എനിക്ക് തോന്നുന്നത്. In 2023, Kerala government finally issued land titles to some of the affected tribal families under the Pattaya Mela initiative, but advocacy groups argue many eligible people are still excluded. അതായത് ഈ മൂന്നാറല്ല, നമ്മുടെ ഈ പറയുന്ന മുത്തങ്ങായിലെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കൃഷിഭൂമിയല്ല, സ്വന്തമായിട്ട് ഭൂമിയില്ലാത്ത ആദിവാസികൾക്ക് പട്ടയം കൊടുക്കുന്ന സംവിധാനമൊക്കെ നടത്തപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇത് നമ്മുടെ ഒരു രവീന്ദ്രൻ പട്ടയം എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മൂന്നാർ അതും ഏതുകൊണ്ട് മൂന്നാറിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നല്ലേ ഇത്? അച്യുതാനന്ദനും നമ്മുടെ രാജസിംഗ്, സുരേഷ്, കറുത്ത പൂച്ചകൾ, കരിമ്പൂച്ചകൾ.
അപ്പോൾ അതൊക്കെ ഓർമ്മ വരുന്ന ഇപ്പോഴാണ്. അച്യുതാനന്ദൻ്റെ കരിമ്പൂച്ചകൾ എന്നൊരു 2006 തോന്നുന്നത്. മൂന്നാറിലെ എന്താണ് ഭൂമി കൈയേറ്റം പൊളിപ്പിക്കുക, JCB ഒക്കെ ഇട്ട് പോയതും പ്രശ്നങ്ങളായതും. അതെ അതെ, CPIയുടെ ഒരു ലോക്കൽ കമ്മിറ്റി ഓഫീസ് പൊളിക്കാനൊക്കെ നിന്നത് ഓർമ്മയുണ്ട്. അതെ, ചെമ്പ് പട്ടയം കിട്ടിയ ഭൂമിയാണ് എന്നും പറഞ്ഞുകൊണ്ട്, അത് PK വാസുദേവൻ നായർക്ക് ചെമ്പ് പട്ടയം കിട്ടിയ ഭൂമിയാണെന്നും പറഞ്ഞുകൊണ്ട് അവിടെ മറ്റേ CPIയുടെ ജില്ലാ സെക്രട്ടറി ശിവരാമൻ എന്ന് പറഞ്ഞ ആളാണ് പ്രശ്നം ഉണ്ടാക്കിയത് അവിടെ. അതെ അതെ അതെ. അപ്പോൾ ലാൻഡ് യൂസ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, ഭൂമിയുടെ ഉപയോഗം നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ കൃഷി ചെയ്യുന്ന മേഖല എന്ന് പറയുന്നത് ഏകദേശം ഒരു 51% കൃഷി ചെയ്യുന്ന ഭൂമി നമുക്കുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 28% കൃഷി ചെയ്യാത്ത ഭൂമി എന്ന് പറയുന്നത് 12% അതേപോലെ ഈ പറയുന്ന ഹോർട്ടിക്കൾച്ചർ, അതുപോലെ തന്നെ റബ്ബർ മുതലായ മേഖലകളൊക്കെ നമുക്കുണ്ട്. കൂടാതെ ഈ ഡിക്ലൈനിങ് റൈസ് എന്ന് വെച്ചാൽ നെല്ല് കൃഷി ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഇപ്പോൾ ഈ നമ്മുടെ തോട്ടങ്ങൾ എന്ന് പറയുന്നതാണ് ഇപ്പോൾ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം തെങ്ങുകളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട്, തെങ്ങല്ല നമ്മുടെ വനങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ഇപ്പോൾ അവിടെ നമ്മൾ തേക്കിൻ തോട്ടം, നിലമ്പൂരിലെ തേക്കിൻ തോട്ടം പോലെ പല പ്രദേശങ്ങളിൽ റബ്ബർ തോട്ടങ്ങളാണുള്ളത്. പിന്നെ വെറ്റ് ലാൻഡുകൾ എന്ന് പറയുന്നത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം നമുക്കറിയാം, നിലനികത്തലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംവിധാനം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ ലാൻഡ് യൂസ് പാറ്റേണിൽ നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഇനി ലാൻഡ് റിഫോമുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി കൈവശം വയ്ക്കുന്നതിൻ്റെ ഒരു പരിധി നിശ്ചയിച്ചാൽ ലാൻഡ് സീലിംഗ് ഉണ്ടായി. പിന്നെ ടെനൻ്റ് ഓണർഷിപ്പ്, അത് കൃഷിക്കാർക്ക് കൃഷിഭൂമിയിൽ അവകാശം കൊടുത്തു. പഴയ കാലം തൊട്ട് ഈ ജന്മിമാർ അനുഭവിച്ചു വന്നിരുന്ന പല അവകാശങ്ങളും എന്ത് ചെയ്തു, അത് നിരോധിക്കപ്പെട്ടു. അതേപോലെ ഈ അധികമായിട്ട് പലരിൽ നിന്നും പിടിച്ച് ഗവൺമെൻറ് കൈവശം വെച്ച ഭൂമി എന്ന് പറയുന്നത് എന്താണ്, റീഡിസ്ട്രിബ്യൂഷൻ നടത്തപ്പെട്ടു. പിന്നെ ക്രിയേറ്റഡ് ഫ്രാഗ്മെൻറ്റ് ഹോൾഡിങ്സ്, മോഡേൺ ലാൻഡ് മാനേജ്മെൻറ്റ് വിയ ഡിജിറ്റൽ സിസ്റ്റംസ്, ഇതെല്ലാം ഇവിടെ നടന്നു. അതാണ് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേ എന്ന് പറയുന്ന സംവിധാനം. ഇതാണ് നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞതാണ്. പിന്നെ ട്രൈബൽ റൈറ്റ്സ് നമ്മൾ നോക്കിയതാണ്. ട്രൈബൽ റൈറ്റ്സുമായി നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, മുത്തങ്ങ ഇൻസിഡൻറ്റ് നമ്മളിവിടെ പ്രധാനമായിട്ടൊന്ന് മെൻഷൻ ചെയ്തു അല്ലേ. ട്രൈബൽ ലാൻഡ് ജസ്റ്റിസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ പാർഷ്യൽ ഫുൾഫിൽമെൻറ്റ് ചെയ്യാൻ ലാൻഡ് ടൈറ്റിൽസ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. മുത്തങ്ങ ഇൻസിഡൻറ്റും പിന്നെ പട്ടയം കൊടുത്ത വിവരവുമൊക്കെ അതിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. ഇത് നമ്മുടെ മനസ്സിൽ വന്നേ മതി. ഈ പോയിന്റുകൾ കാര്യമായിട്ട് വേണമെന്നില്ല. ഈ ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി നമുക്കൊന്ന് എഴുതണം, അത്രേ കാര്യമുള്ളൂ. അല്ലാതെ ഈ പോയിന്റ് എല്ലാം വരച്ച് നമ്മൾ എഴുതേണ്ട ഒരു കാര്യമില്ല. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അത് എഴുതാനും നമുക്കില്ല. നമുക്കുള്ളത് പരമാവധി ഒരു 5 സെൻറ്റൻസൊക്കെ ഒരു 3 മാർക്കിന് എഴുതാൻ പറ്റുള്ളൂ. അത് കാച്ചിക്കുറുകിയ വാറ്റിയ സാധനം അങ്ങോട്ട് അടിച്ചു കൊടുത്തേച്ചാൽ മാത്രം മതി. നമ്മുടെ മനസ്സിൽ ഐഡിയ ഉണ്ടായി മാത്രം മതി. ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ വന്നോളും. 100 എഴുതാൻ നിൽക്കേണ്ട. നമ്മൾ 65-70 മാർക്കിന് നമ്മൾ എഴുതുകയുള്ളൂ നിശ്ചയിച്ച് പോയി കഴിഞ്ഞാൽ അത് നല്ല വെടിപ്പായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതിലൊരു 50% മാർക്ക് ടോട്ടൽ നമുക്ക് നേടാനും പറ്റും. ഇനി ഫുഡ് അവൈലബിലിറ്റി, അത് ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനാണ് അടുത്ത് വരുന്നത്. ആ ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്ന കാര്യം ക്രോപ്പ് ആൻഡ് വെജിറ്റബിൾ പ്രൊഡക്ഷൻ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരള പ്രൊഡ്യൂസ് ഓൺലി അറൗണ്ട് 14% ഓഫ് ഇറ്റ്സ് ഓൺ ഫുഡ് ഗ്രെയിൻ റിക്വയർമെൻറ്റ്സ്. നമുക്ക് വേണ്ട ഭക്ഷണം എത്രയാണ് അതിൻ്റെ 15% പോലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ നോക്കേണ്ട കാര്യം. അതായത് 14% പോലും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതും പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് വിശപ്പ് മാറില്ല. വിശപ്പ് മാറ്റിയേ പറ്റുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, വിശപ്പ് മാറ്റാൻ മറ്റുള്ളവൻ്റെ മുന്നിൽ എന്ത് ചെയ്യുന്നു, ആ ഭക്ഷണത്തിനായിട്ട് ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ആരായി മാറുകയാണ്, സ്വയം പര്യാപ്തർ അല്ല. നമ്മൾ സ്വയം പര്യാപ്തരായിട്ടുള്ളവരല്ല, നമ്മൾ ഒരു ആശ്രിത സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഏത് കാര്യത്തിൽ, ഭക്ഷണ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാത്തത് കൊണ്ട് നമ്മൾ ഒരു ആശ്രിത സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലേ. എ സിഗ്നിഫിക്കൻറ്റ് ഷോർട്ട് ഫോൾ ദാറ്റ് നെസസിറ്റേറ്റ്സ് ഡിപ്പെൻഡൻസ് ഓൺ അതർ സ്റ്റേറ്റ്സ്. വെജിറ്റബിൾസ് ഫാർ ബെറ്റർ വിത്ത് സ്റ്റേറ്റ് പ്രൊഡ്യൂസിങ് അപ്രോക്സിമേറ്റ്ലി 1.4 million tons ആനുവല്ലി, ദോ ദർ റിമൈൻസ് എ ഗ്യാപ്പ് ഓഫ് എബൌട്ട് 6 ലക്ഷം ടൺ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഉൽപ്പാദനമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു, മറ്റു പല സംസ്ഥാനങ്ങളിൽ നമ്മൾ ആശ്രയിക്കേണ്ടുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഫുഡ് സെക്യൂരിറ്റി എന്ന കാര്യത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ 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 പിന്നിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സെൽഫ് റിലയൻസ് ഡ്യൂറിങ് ഫെസ്റ്റിവൽസ് നമ്മൾ നോക്കാം. എന്തായിരിക്കാം 2024 ഓണം സീസൺ നമ്മൾ നോക്കിയതാണ്. ലോക്കൽ എഫേർട്സ് പെയ്ഡ് ഓഫ്. കേരള ഫാർമേഴ്സ് സപ്ലൈഡ് അറൗണ്ട് 80% ഓഫ് വെജിറ്റബിൾസ്, ഗ്രേറ്റ്ലി റെഡ്യൂസിങ് റിലയൻസ് ഓൺ തമിഴ്നാട്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. ആ സ്കീമുകളുടെ പ്രസക്തി എന്ന് വെച്ചാൽ ഏതാണ്, കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് കൊടുക്കുക എന്ന രീതിയിലാണ്. നമ്മുടെ കൃഷിമന്ത്രി ഞങ്ങളുടെ MLA ആണ് കേട്ടോ. നമ്മുടെ കൃഷിമന്ത്രിയെക്കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എന്താണ്, എവിടെയെങ്കിലുമൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളി അവിടെ എന്താണ് ഒരു തൂമ്പ എടുത്ത് 2 വെട്ടൊക്കെ വെട്ടി കിളച്ച് ഒരു ചെടിയൊക്കെ വെക്കുന്ന തൂമ്പ പണിയൊക്കെ അറിയുന്ന ഒരു കൃഷിമന്ത്രിയാണ് എന്നാണ് കാണിക്കുന്നത്.
അത് എത്രയാണ് ഒറിജിനലാണോ അല്ലാതാണോ നമുക്കറിയില്ല. പക്ഷെ എന്നാലും കാണുമ്പോൾ നമുക്ക് കണ്ണിനൊരു തൃപ്തി തോന്നും, കൊള്ളാം, കൃഷിമന്തിയെ തൂമ്പായൊക്കെ എടുത്ത് വെട്ടാൻ അറിയുന്ന ഒരാളാണ് എന്നൊരു ചിന്തയൊക്കെ നമുക്ക് വരും. അതുപോലെ തന്നെ ചില പ്രദേശങ്ങളിൽ പുള്ളി ഈ ചീരകൃഷി അതൊക്കെ ഇറങ്ങി ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. കുളത്തിലിറങ്ങി 2 കൈ കൊണ്ടും വെള്ളം കുരും നനയ്ക്കാനും ഒക്കെ അറിയുന്നൊരു മനുഷ്യനാണ്. പക്ഷേ വകുപ്പ് അത്രയ്ക്ക് പോരാ എന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. അപ്പോൾ 2024 ഓണം സീസൺ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 80% നമുക്ക് ആവശ്യമായിട്ടുള്ള കൃഷികൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഓണച്ചന്തകൾക്ക് വഴി നമ്മൾ കൊടുത്തു. നമ്മൾ തമിഴ്നാടിൻ്റെ പച്ചക്കറിയെ നമ്മൾ എന്ത് ചെയ്തു, പതുക്കെ പതുക്കെ അകറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സീസണിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2-3 മാസം മുൻപ് ഈ പറഞ്ഞിട്ടുള്ള കൃഷി നമ്മൾ തുടങ്ങും. അതാണ് നമ്മുടെ സീസൺ കൃഷി അല്ലെങ്കിൽ ഫെസ്റ്റിവൽ എന്താണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന സംവിധാനം. അതാണ് നിങ്ങളുടെയൊക്കെ പഞ്ചായത്തിലതുണ്ടോ, പച്ചക്കറി ചന്തകൾ പഞ്ചായത്തിൻ്റെ ലേബലിൽ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ? ഉണ്ട് സാറേ. അത് എനിക്ക് വന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കുടുംബശ്രീ ഓണൊക്കെ ആകുമ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു സ്ഥിരം ഏർപ്പാടായിട്ടുണ്ട്. ആണ് ഒറിജിനൽ പക്ഷെ അത് സാറേ കുടുംബശ്രീക്കാർക്ക് അത്ര വലിയ എന്താ പറയാ പണ്ടത്തെ പോലുള്ള ഒരു സ്വീകാര്യത കുടുംബശ്രീ വിഭവങ്ങൾക്ക് ഇപ്പൊ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട്, പുറമേ നിന്ന് വരുന്ന ഐറ്റംസും ഇതൊക്കെ ആയിട്ട് ഭയങ്കര കോമ്പറ്റീഷൻ നിലവിലുണ്ട്. ആളുകള് വിലക്കുറവൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. ഈ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും സംഭവം വെച്ചാൽ ഇതാ അമൃതം കുടുംബശ്രീയുടെ അല്ലായിരുന്നു, അമൃതം പൊടി. അതെ 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 അതെ. അത് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഇപ്പം അംഗനവാടികളിലും മറ്റുമൊക്കെ നിർബന്ധമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ആ യൂണിറ്റ് മാത്രം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലേ? അത്രേ ഉള്ളൂ സാർ. മറ്റേതൊക്കെ നമുക്ക് നോക്കുമ്പോ ഭയങ്കര ഡിക്ലൈൻ ആണ്. അതിന്റെ വിൽപ്പനയൊന്നും അത്ര അധികം നടക്കുന്നൊന്നുമില്ല. ഈ ചന്തകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അത്രമാത്രം ലാഭമൊന്നും അവർക്ക് ഇപ്പൊ കിട്ടുന്നതായിട്ട് കാണുന്നില്ല. ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ട് മാർക്കറ്റിൽ ഇപ്പൊ. പിന്നെ അതിന് സാറേ എല്ലാം ജൈവം എന്ന് പറഞ്ഞിട്ട് നല്ല ലാബിലൊക്കെ അടിച്ചിറക്കുമ്പോ ഇവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ. അതാണ് ഒരു പ്രശ്നം. ഇവർക്ക് മത്സരക്ഷമത ഇല്ലല്ലോ, അതാണ് കുഴപ്പം. പ്രൊഫഷണലിസം ഇല്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കിയ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണ്, ആക്സസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ് എന്ന രീതിയിലേക്ക് വരാൻ നേരത്ത് ഈ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്റ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമാണ്. PDS എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. നമ്മൾ റേഷൻ കട എന്നൊക്കെ പറയുന്ന സിസ്റ്റം. അപ്പോൾ കേരളം ഏതാണ്ട് ഒരു പുതിയ റേഷൻ കാർഡുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് 5.4 ലക്ഷത്തോളം പുതിയ റേഷൻ കാർഡുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. റീസെൻറ്റ് ഇയേഴ്സ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ 5,20,000-ഓളം റേഷൻ കാർഡുകൾ പുതിയതായിട്ട് വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് കുടുംബങ്ങൾക്കാണ് റേഷൻ കാർഡ് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും കുടുംബങ്ങളിലേക്ക് സർക്കാരിൻ്റെ ഭക്ഷ്യധാന്യങ്ങൾ എത്തുന്നു എന്നാണ് അതുവഴി ഉറപ്പുവരുത്തുന്നത്. ഇൻക്ലൂഡിംഗ് ടു ദോസ് വിത്തൗട്ട് ഫിക്സഡ് അഡ്രസ്സസ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ഓവർ 7,300 എക്സ്ട്രീംലി പൂർ ഫാമിലീസ് ഇൻ ടു ദ PDS. അതായത് ഇപ്പം റേഷൻ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വീട് വേണമെന്നില്ല. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് വാടകക്കാരൻ അയാളുടെ അഡ്രസ്സ് ഉപയോഗിക്കാനായിട്ട് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും, റേഷൻ കാർഡ് കിട്ടും. അങ്ങനെ കിട്ടുന്ന സംവിധാനമുണ്ട്. നമ്മുടെ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ടിരുന്ന ഒരു പുള്ളിക്കാരൻ സ്വന്തമായിട്ട് വീടൊന്നുമില്ല, പുള്ളിക്ക് റേഷൻ കാർഡ് വേണം. നമ്മുടെ അഡ്രസ്സും മറ്റുമൊക്കെ എടുത്തിട്ടാണ് റേഷൻ കാർഡ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം അങ്ങനെ ഈ എന്താണ് വീട് ഇല്ലാത്ത അല്ലെങ്കിൽ എന്താണ് ഫിക്സഡ് ആയിട്ടുള്ള അഡ്രസ്സ് പോലും ഇല്ലാത്ത ആളുകൾക്ക് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ റേഷൻ കാർഡ് കിട്ടും. നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇതുവഴി എന്താണ് ഒരു 7,300-ഓളം കുടുംബങ്ങൾ, അതിദരിദ്ര കുടുംബങ്ങൾക്ക് ഈ പൊതുവിതരണ സംവിധാനത്തിൻ്റെ സംരക്ഷണം ഒരുക്കുവാനായിട്ട് ഈ സംവിധാനം വഴി സാധിച്ചു എന്നാണ് പറയുന്നത്. ഇൻ റെസ്പോൺസ് ടു സെൻട്രൽ ഗവൺമെൻറ്റ്സ് സപ്ലൈ ഹാൾസ് കേരള അബ്സോർബ്ഡ് ദ കോസ്റ്റ് ഫോർ റൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫോർ 57% ഓഫ് വൈറ്റ് ആൻഡ് ബ്ലൂ കാർഡ് ഹോൾഡേഴ്സ്. നമ്മുടെ വെള്ളക്കാർഡ്, നീലക്കാർഡ് എന്നൊക്കെ പറഞ്ഞ കാർഡുകളുണ്ടല്ലോ. വെള്ളക്കാർഡുകാർ, നീലക്കാർഡുകാർ, ചുവപ്പ് കാർഡുകാർ, ഇങ്ങനെ പല കാർഡുകാരുണ്ട്. അപ്പോൾ ഈ കാർഡുകാർക്കൊക്കെ പലപ്പോഴും അരി കിട്ടാത്ത സംവിധാനമൊക്കെ വരും. കാര്യം കേന്ദ്രത്തിൻ്റെ പൂളിൽ നിന്നുള്ള അരി കൃത്യമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അരി വിതരണം എന്ന് പറയുന്നത് നിലയ്ക്കും. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഗവൺമെൻറ് അതിൽ ഇടപെടുന്നുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണിത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, റിലീസ് ഉള്ളതായിരിക്കുമല്ലേ, കേരള സർക്കാരിൻ്റെ സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പറയുന്നുണ്ട് സാറേ, നമുക്കൊന്നും അറിയില്ല. സിവിൽ സപ്ലൈസിലെ നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ചിരിയാണ് അവരുടെ മറുപടി വരാറുള്ളത്. ഇനി മോഡേണൈസ്ഡ് കെ സ്റ്റോഴ്സ് ആൻഡ് മൊബൈൽ ആക്സസ് ആണ്. അപ്പോൾ അറൗണ്ട്
1930 റേഷൻ ഔട്ട്ലെറ്റ്സ് ഹാവ് ബീൻ അപ്ഗ്രേഡഡ് ഇൻ ടു കെ സ്റ്റോഴ്സ്. അതായത് നമ്മുടെ റേഷൻ കടകൾ ഇപ്പോൾ കെ സ്റ്റോറുകൾ എന്ന പേരിലാണ് ഇപ്പോൾ പൊതുവെ അറിയപ്പെടുന്നത്. റേഷൻ കട എന്നുള്ള പേര് മാറിയിട്ട് കെ സ്റ്റോർ എന്ന രീതിയിൽ വരുന്നു. ഓഫറിംഗ് മൾട്ടിപ്പിൾ സർവീസസ് ലൈക്ക് മിനി ബാങ്കിങ് ആൻഡ് ബിൽ പേയ്മെൻറ്റ്സ് എലോങ് സൈഡ് റേഷൻ സപ്ലൈസ്. അതായത് റേഷൻ കടയിൽ സാധനം കൊടുക്കുന്നതിൻ്റെ ഒപ്പം എന്താണ് ചെറിയ രീതിയിലുള്ള പണമിടപാട് പോലെയുള്ള സംവിധാനങ്ങൾ, മിനി ബാങ്കിങ് സംവിധാനവും ബിൽ പേയ്മെൻറ്റും ഒക്കെ നടത്തുന്ന ഒരു കെ സ്റ്റോർ എന്ന രീതിയിൽ എന്താണ് റേഷൻ കടകൾ അടിമുടി നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. ഇപ്പോൾ ഫുഡ് സപ്ലൈ മാത്രമല്ല അവിടെയുള്ളത്, എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇനി 137 മൊബൈൽ റേഷൻ ഷോപ്സ് നൗ റീച്ച് റിമോട്ട് ഫോറസ്റ്റഡ് ഏരിയാസ് വൈൽ ദ ഒപ്പം ഇനിഷ്യേറ്റീവ് ഡെലിവേഴ്സ് സപ്ലൈസ് ഡയറക്ട്ലി ടു ബെഡ് റിഡൻ ഇൻഡിവിജ്വൽസ് എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു 137 മൊബൈൽ റേഷൻ ഷോപ്പുകളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ട്രാവലറോ അല്ലെങ്കിൽ KSRTCയുടെ ഏതെങ്കിലുമൊക്കെ ബസ്സുകളൊക്കെ എന്താണ് ഈ ത്രിവേണി കൺസ്യൂമർ ഫെഡ് എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് വഴിയിൽ ഓടുന്ന കണ്ടിട്ടില്ലേ? നമ്മൾ നേരത്തേക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. സഞ്ചരിക്കുന്ന നീതി സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രധാനപ്പെട്ട ജംഗ്ഷൻ്റെ സൈഡിലൊക്കെ കൊണ്ടുവന്നിങ്ങനെ നിർത്തിയിടും. ഈ ബസ്സിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എന്താണ് ഈ മെഡിക്കൽ സ്റ്റോറിലൊക്കെ മരുന്നടുക്കി വെച്ചിരിക്കുന്ന പോലെ അരി 5 കിലോയുടേത്, അതുപോലെ പയറ്, പരിപ്പ്, ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. എന്നിട്ട് സൈഡിൽ ഒരു ബില്ലിൻ്റെ ടേബിളിൽ ഒരാളും കാണും. നമ്മൾ സാധനം എടുത്ത് ഇറങ്ങി കഴിഞ്ഞാൽ നേരത്തെ ബില്ല് തരുന്ന സംവിധാനമാണ് അത്. നീതി സ്റ്റോറിന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ മൊബൈൽ റേഷൻ ഷോപ്പ് എന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ത്രിവേണി സ്റ്റോറിന്റെ കണ്ടിട്ടുണ്ട് സാറ് പറഞ്ഞ പോലെ. ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊക്കെ ഓടുന്നിടും ആ ബസ്. ഇപ്പൊ അതൊന്നും കാണുന്നില്ല സാറേ, കുറച്ചാളായിട്ട് കാണുന്നില്ല. അതെ. ഇനി സബ്സിഡൈസ്ഡ് മേളാസ് വിയ സുഭിക്ഷ ഹോട്ടൽസ്. പിന്നെന്താണ്, നമ്മുടെ സർക്കാർ ചെറിയ ഒരു സംരംഭം തുടങ്ങിയായിരുന്നു കേട്ടോ. അതായത് ലോഞ്ചഡ് 50 സുഭിക്ഷ സബ്സിഡി ഹോട്ടൽസ് ഓഫറിംഗ് ലഞ്ചസ് അറ്റ് ജസ്റ്റ് 20 രൂപ. അതായത് 20 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന 50 ഹോട്ടലുകൾ നമ്മുടെ സർക്കാർ തുടങ്ങിയായിരുന്നു. സുഭിക്ഷ ഹോട്ടൽ എന്നാണ് പേര്. അപ്പോൾ ഈ സുഭിക്ഷ ഹോട്ടൽ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭക്ഷണം കിട്ടും. ഇടക്കാലത്ത് അവിടെ ഇങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ടായത്. അതായത് ഈ സുഭിക്ഷ ഹോട്ടലിൽ നിന്ന് ചില ആൾക്കാർ ഭക്ഷണം ബൾക്കായിട്ട് മേടിച്ചുകൊണ്ട് പോയിട്ട് അവർ അത് മറിച്ചു കൊടുത്ത് അവർ കാശുണ്ടാക്കുന്ന രീതിയിൽ. ഇപ്പോൾ ടൗണുകളിലൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ആ സുഭിക്ഷ ഹോട്ടലിൽ തിരക്കായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് പാഴ്സൽ നേരത്തെ പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ ചെറിയൊരു വിവാദമൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ആലപ്പുഴയിലായിരുന്നു കേട്ടോ അത്, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ കമ്മ്യൂണിറ്റി കിച്ചൺസ് ആൻഡ് ഫുഡ് കിറ്റ്സ് എന്ന് പറഞ്ഞ സംവിധാനം. അതായത് ഡ്യൂറിങ് COVID-19 ലോക്ക്ഡൗൺ കേരള ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ 2.85 crore ഫുഡ് കിറ്റ്സ് ആൻഡ് റാൻ കമ്മ്യൂണിറ്റി കിച്ചൺസ് ഇൻ ഈച്ച് പഞ്ചായത്ത് ടു എൻഷുവർ നോ വൺ വെൻറ്റ് ഹംഗ്രി. അതൊരു സൂപ്പർ സ്കീമായിരുന്നു കേട്ടോ. പഞ്ചായത്തുകൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഈ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അവിടെ ഉണ്ടായിരുന്നോ നമ്മുടെ പഞ്ചായത്തിൽ? ഉണ്ട് സാറേ, ഉണ്ട്. വളരെ വളരെ വിജയമായിരുന്നു അത്. നല്ലൊരു നമുക്കൊക്കെ മനസ്സ് നിറയുന്ന ഒരു അനുഭവമായിരുന്നു കോവിഡ് കാലഘട്ടത്തില്. അവിടെയും ഇപ്പോൾ ഈ പറയുന്ന കിച്ചൺ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെയല്ല സാറേ, അത് കോവിഡായിട്ട് ബന്ധപ്പെട്ടാണ് അന്ന് ഏറ്റവും വിജയം. പിന്നീട് ഇപ്പോ ജനകീയ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. അതും പക്ഷെ ഇപ്പോ 20 രൂപയ്ക്ക് ഊണ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി, പിന്നെ 30 രൂപയാക്കി. പക്ഷെ ഇപ്പൊ പല സ്ഥലങ്ങളും പൂട്ടിപ്പോയി. കാരണം സബ്സിഡി ഒന്നും കിട്ടുന്നില്ല ഇപ്പൊ ഗവൺമെന്റിന്. അത് തുടങ്ങാൻ പറഞ്ഞിരുന്ന അത്ര ഉഷാറിപ്പ് ഇല്ല. അത് സപ്പോർട്ട് ചെയ്യാനില്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും. ഇപ്പോൾ ഈ സ്കീം നമ്മൾ നോക്കാൻ നേരത്ത് ഇതിനകത്ത് വിവാദം വന്നൊരു സംഭവം കൂടിയുണ്ട്. ഈ 2.85 crore ഫുഡ് കിറ്റ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ കൊടുത്തപ്പോഴേ ഈ ഫുഡിൻ്റെ കിറ്റ് എന്ന് പറയുന്നത് 2 രൂപ എന്ന ക്രമത്തിൽ രമേശ് ചെന്നിത്തലയോ മറ്റോ ഉന്നയിച്ച ആരോപണമാണെന്ന് തോന്നുന്നത്. ഓർക്കുന്നുണ്ടോ അത്? രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണം ശരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കോവിഡ് ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ 2.85 കോടിയുടെ ആ ഒരു ഭക്ഷ്യ കിറ്റുകൾ, ഭക്ഷണ കിറ്റുകൾ, അതാണ് ഏതോ ഒരു, എനിക്ക് തോന്നുന്നത് ആരാണ് ആ പുരോഹിതൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏതോ ഒരു സ്കീം പുള്ളിക്ക് അല്ലെങ്കിൽ നയം പുള്ളിക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ എല്ലാ കാലത്തും എന്താണ് പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ കിറ്റോ കൊടുത്ത് അധികാരം കിട്ടാൻ പറ്റുമോ അങ്ങനെ ഒരു വിമർശനം ഒരു പുരോഹിതൻ നടത്തിയായിരുന്നു. അദ്ദേഹത്തിനെയാണ് തോന്നുന്നു ഈ പറയുന്ന പത്തനംതിട്ട ഏരിയയിലുള്ള ഏതൊരു പുരോഹിതനായിരുന്നു. പുള്ളിയുടെ ഒരു എന്താണ് നമ്മുടെ ഈ ഡിജിറ്റൽ തട്ടിപ്പുകാർ പുള്ളിയെ എന്താണ് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പുള്ളിയുടെ പണമിടപാട് തട്ടിയെടുക്കാനൊക്കെ നോക്കിയെന്നൊക്കെ പറഞ്ഞൊരു വാർത്തയിടക്ക് വന്നിരുന്നു. ഓർക്കുന്നുണ്ടോ അത്? ഓ സാറേ, ഇപ്പൊ ഇതൊരു 2 മാസം 3 മാസം മുമ്പാണ് ഡിജിറ്റൽ അറസ്റ്റ് നടന്നത്. പക്ഷെ ആ പുള്ളി മനസ്സിലായി, അതായത് ഒരു മെത്രാൻ പോലത്തെ എന്തോ ഒരു പുള്ളിയാണ്. അതെ, പുള്ളി സ്ഥാനത്തുനിന്ന് കൊഴിഞ്ഞൊരു മനുഷ്യനാ, സ്ഥാനമൊക്കെ മാറിയായിരുന്നു. മെത്രാനോ മറ്റോ ആയിരുന്നു പുള്ളി. വലിയൊരു പോസ്റ്റിലിരുന്നിരുന്ന ആളാ, വൈദികനല്ല, അതിന് മുകളിലുള്ള ഒരു പോസ്റ്റിലിരുന്നിരുന്ന ആളായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വന്നു പോയതാ.
ഇത് നമ്മൾ സേഫ്റ്റി ആൻഡ് ന്യൂട്രീഷണൽ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ ടോപ്പ് റാങ്ക് ഇൻ ഫുഡ് സേഫ്റ്റിയാണ് നമ്മളുള്ളത്. കേരള റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് 2023-ലും 2024-ലും നമ്മളായിരുന്നു സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമത് എത്തിയതെന്നാണ് പറയണത്. എവിഡൻസിങ് ഇറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ഫുഡ് സേഫ്റ്റി അക്രോസ് മൾട്ടിപ്പിൾ ഡൊമൈൻസ് ഇൻക്ലൂഡിങ് ലാബ് ഇൻഫ്രാസ്ട്രക്ചർ, ഇൻസ്പെക്ഷൻസ്, ട്രെയിനിങ് ആൻഡ് ഡിജിറ്റൽ ഔട്ട്റീച്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാർ, അതേപോലെ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ഇവരൊക്കെ നല്ല രീതിയിൽ ഇടപെടുന്നത് കൊണ്ടാണ് പല ഭക്ഷ്യ ദുരന്തങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കുന്നത്. അതിന് വേണ്ടുന്ന രീതിയിലുള്ള അവർ ഇൻസ്പെക്ഷൻസും അതുപോലെ തന്നെ ലാബിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഇവിടെയുണ്ട്. പിന്നെ എന്താണ്, നമ്മൾ നല്ല ക്വാളിറ്റി ഭക്ഷണം തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭക്ഷണപ്രിയന്മാരാണ്. ഫുഡ് ഏറ്റവും നല്ലത് എവിടെയാണോ അവിടെ എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണെങ്കിലും പോയി കഴിക്കാനും നമുക്ക് മടിയില്ലാത്തത് കൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാനായിട്ട് ഈ പറയുന്ന ഹോട്ടൽ ഉടമകളും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് റാങ്ക് ഇൻ ഫുഡ് സേഫ്റ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ന്യൂട്രിറ്റീവ് ചലഞ്ചസ് പെർസിസ്റ്റ്, അതായത് ഹവർ മാൽ ന്യൂട്രീഷൻ റിമെയിൻസ് ആൻ ഇഷ്യൂ ആസ് പെർ NFHS 2000 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. 2019-2020 എന്താ സംഭവിച്ചത്? ആ ഒരു 23.4 എന്ന് പറയണത്, അതായത് ആ രീതിയിലേക്ക് കുറഞ്ഞു എന്നാണ് പറയണത്. നമുക്ക് മാൽ ന്യൂട്രീഷൻ, അതായത് പോഷകം എന്ന് പറയുന്നത് കിട്ടാത്തൊരവസ്ഥ എത്തിച്ചേരുന്നു. ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഏറ്റവും മികച്ച ഫുഡ് സേഫ്റ്റിയുള്ള സംസ്ഥാനമാണെന്നുണ്ടെങ്കിലും മാൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്, പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചലഞ്ചായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതായത് വേസ്റ്റിംഗ് അറ്റ് 15.8%, അണ്ടർ വെയ്റ്റ് അറ്റ് 19.7%, അനീമിയ എമംഗ് ചിൽഡ്രൻസ് എന്ന് പറയാൻ നേരത്ത്, അതായത് നമ്മൾ പറയണ ആ വെയ്റ്റ്, പോഷകാഹാരക്കുറവ് വരാൻ നേരത്ത് ഒരു 10 വയസ്സുള്ള പ്രായത്തിലൊരു കുട്ടിക്ക് വേണ്ടുന്ന ഭാരം എന്ന് പറയണത് ആ കുട്ടിക്ക് കാണില്ല. ഒരു 5 വയസ്സുകാരൻ്റെ വെയിറ്റ് മാത്രമേ കാണുകയുള്ളൂ. അതേപോലെ പല കുട്ടികൾക്കൊന്നുണ്ടാകും വിളർച്ച എന്ന് പറയുന്നതുണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ലേ, വെളുത്ത് മുഖത്തോട്ട് നോക്കി ഒരു രക്തപ്രസാദം ഇല്ലാതിരിക്കുന്ന പിള്ളേരെയൊക്കെ നമ്മൾ കാണുന്നതുകൊണ്ടാണ്. വിളർച്ച എന്ന് പറയുന്ന സംവിധാനമുള്ളതുകൊണ്ടാണ്. അതൊക്കെ പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന സംവിധാനമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകളുമൊക്കെ നമ്മൾ ആരംഭിക്കുന്നുണ്ട് അല്ലേ. ഹങ്കർ ഫ്രീ എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ മാൽ ന്യൂട്രീഷൻ ഫ്രീ എന്ന് പറയുന്ന സംവിധാനവുമെല്ലാം ഇത്തരത്തിലുള്ള ഈ മാൽ ന്യൂട്രീഷൻ എന്നുള്ള സംവിധാനം ഇല്ലായ്മ ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകളൊക്കെയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എംപവർമെൻറ്റ് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ നോക്കാം അല്ലേ. എംപവർമെൻറ്റ് ആൻഡ് ന്യൂട്രീഷൻ പ്രോഗ്രാംസ്. അപ്പോൾ എംപവറിങ് വുമൺ ഫാർമേഴ്സ് അല്ലേ, എംപവറിങ് വുമൺ ഫാർമേഴ്സ് എന്നാണ് പറയണത്. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള KTAP എന്ന് പറഞ്ഞൊരു സംവിധാനമാണ്. KTAP, കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന KTAP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതെന്ത് ചെയ്യുകയാണ്, ഏതാണ്ട് 4 ലക്ഷത്തോളം വനിതാ കർഷകരെ എന്ത് ചെയ്യുകയാണ്, ആധുനിക കാർഷിക സാങ്കേതിക വിദ്യയുമായിട്ട് പരിചയപ്പെടുത്തുക മാത്രമല്ല, അത് പഠിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അത് അവർക്ക് അത് ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ തുടർന്നുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഈ പറയുന്ന ഈ KTAP എന്ന സംവിധാനം. സാർ അത് കേട്ടിട്ടുണ്ട്. ആക്ച്വലി കുടുംബശ്രീ സെക്രട്ടറിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല, അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് അതിന്റെ നേരിട്ടുള്ള ഇംപ്ലിമെന്റിങ് ചെയ്യുന്നത്. കുറെ പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് സാറേ ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പൊ കൃത്യമായിട്ട് ഓർമ്മയിൽ വരുന്നില്ല. ഞാനത് കേട്ടിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പൊ റണ്ണിങ് ആണോന്ന് അറിയില്ല. ഞാനും കേട്ടിട്ടേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഇതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ KTAP ഇതിൽ അതായത് പരിശീലനം കൊടുത്ത് കൃഷി ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ പരിശീലിപ്പിച്ച്. സാർ അത് ആവശ്യമുള്ള ആളുകൾ മാത്രം ചെയ്താൽ മതി എന്നുള്ള പോലത്തെ ചില പ്രോഗ്രാംസ് ഉണ്ട്, അതിൽ പെട്ടതാണത്. ഞങ്ങള് ചെയ്യുന്നില്ല എന്ന് തന്നെയാ തോന്നുന്നത് സാറേ. അത് അടുത്ത ഒരു സംവിധാനം വെച്ചാൽ എറാഡിക്കേറ്റിംഗ് എക്സ്ട്രീം പോവർട്ടി, അതായത് അതിദരിദ്രരെ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടെത്തി അവരെ അതിൻ്റെ ശ്രേണിയിൽ നിന്ന് മാറ്റുക. അതായത് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് തുടച്ചു നീക്കുക. അതായത് എറാഡിക്കേറ്റിംഗ് എക്സ്ട്രീം പോവർട്ടി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അത് ഒരു കോട്ടയം മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ കോട്ടയം എന്ന് പറഞ്ഞ ജില്ലയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സീറോ പോവർട്ടി ഡിസ്ട്രിക്റ്റ് എന്ന രീതിയിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. അതായത് ദാരിദ്ര്യം അല്ലെങ്കിൽ ദരിദ്രരില്ലാത്ത സംസ്ഥാനത്തെ ആദ്യത്തെ ജില്ല എന്ന ഒരു പ്രഖ്യാപനം നേടിയെടുത്തത് കോട്ടയം ജില്ലയാണ്. അതാണ് സീറോ പോവർട്ടി ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കോട്ടയം മോഡലിൽ ബാക്കി 13 ജില്ലകൾ എന്ത് വേണം, ദരിദ്രരില്ലാത്ത ജില്ലയാക്കി മാറ്റുന്നതിന് വേണ്ടുന്ന സംവിധാനമാണ് നമ്മളീ പറയുന്ന കോട്ടയം മോഡൽ എറാഡിക്കേറ്റിംഗ് എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അവർക്ക് ഫുഡ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഹൗസിംഗ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, ഇൻകം ജനറേഷനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് കെയർ കൊടുത്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റേഷൻ ഫോർ എക്സ്ട്രീംലി പൂർ ഫാമിലീസ്. അതായത്
വളരെ ദരിദ്രരായിട്ടുള്ള വീട്ടിൽ താമസിക്കാൻ വീടില്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്തു? നമ്മൾ വീട് കൊടുക്കുന്നുണ്ട് അല്ലേ? ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? സൗജന്യമായിട്ട് റേഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? വരുമാനമില്ലാത്ത ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ തൊഴിലുറപ്പ് വഴി നമ്മൾ വരുമാനം കൊടുക്കുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ചികിത്സ തേടുവാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ എന്താണ് സുരക്ഷാ ചീട്ടുണ്ടല്ലോ, അതിൻ്റെ പേരെന്തായിരുന്നു? കേരളത്തിൻ്റെ കാരുണ്യ ബെനവലൻ്റ് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന ആശുപത്രി ചികിത്സകളെല്ലാം ഫ്രീ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ ആശുപത്രിയിൽ മരുന്നിന് കാശ് മുടക്കണ്ട, വീട് അല്ലേ, സ്വന്തമായിട്ട് വീട് സർക്കാർ കൊടുത്തിരിക്കുകയാണ്. പിന്നെയോ റേഷൻ കട വഴി സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇനി അത്യാവശ്യം മറ്റ് സാധനങ്ങൾ മേടിക്കാനാണെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലേക്ക് അല്ലെങ്കിൽ അവർക്ക് കൂലി കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമാനമില്ലാത്തവന് വരുമാനം കൊടുത്തും വീടില്ലാത്തവന് വീട് കൊടുത്തും ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുത്തും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഉപാധികൾ കൊടുത്തും എന്ത് ചെയ്യുകയാണ്? ഒരു വീടിനെ പൂർണ്ണമായിട്ടും പട്ടിണിയിൽ നിന്ന് മാറ്റുന്നു. അങ്ങനെ ഒരു ജില്ലയിലെ മൊത്തം വീടുകളെ അങ്ങനെ മാറ്റി കഴിയുമ്പോഴാണ് നമ്മൾ പറയുന്ന ഈ പറയുന്ന കോട്ടയം മോഡൽ എന്ന് പറയുന്ന എറാഡിക്കേറ്റിംഗ് എക്സ്ട്രീം പോവർട്ടി മോഡൽ എന്ന് പറഞ്ഞൊരു സംവിധാനം വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു കീ ഹൈലൈറ്റ്സിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡൈമെൻഷൻസ് അല്ലെ, നോട്ടബിൾ സ്ട്രെങ്ത് കൺസേൺസിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയ നോട്ടബിൾ സ്ട്രെങ്സ് എന്ന് പറയുന്നത് എന്താണ്? ലോ സെൽഫ് റിലയൻസ് ഇൻ ഗ്രെയിൻസ്, മോഡറേറ്റ് ഇൻ വെജിറ്റബിൾസ്. അപ്പോൾ നമുക്ക് ഭക്ഷണ കാര്യങ്ങളിലുള്ള നമ്മളുടെ ആ ഉൽപ്പാദന കാര്യങ്ങളിലുള്ള സ്വയം പര്യാപ്തത നമ്മൾ നോക്കിയാൽ അരി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും സ്വയം പര്യാപ്തർ അല്ല. എന്നാൽ വെജിറ്റബിൾസിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓണക്കാലത്തൊക്കെ ചെറിയ ഇനിഷ്യേറ്റീവൊക്കെ നമ്മളെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുത്തിയിട്ട് പച്ചക്കറി നമ്മൾ ഏതാണ്ട് നമുക്ക് ആവശ്യമായതിൻ്റെ 80% നമ്മൾ ഉൽപ്പാദിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അത് നമ്മൾ ഓർക്കുക. ഇനി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവിതരണ സംവിധാനമായിട്ടുള്ള PDS എന്നുള്ള സംവിധാനം നമുക്കിവിടെയുണ്ട്. റേഷൻ കടകളും മൊബൈൽ ഷോപ്പുകളും സ്റ്റോറുകളും എല്ലാം നമുക്കിവിടെയുണ്ട്. ഇനി ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താ? ടോപ്പ് സ്റ്റേറ്റ് ഇൻ ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് അല്ലേ, ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ, തുടർച്ചയായിട്ട് 2 വർഷം ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് നമ്മുടേത്. അതുപോലെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാൽ ന്യൂട്രീഷൻ കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാനായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എംപവർമെൻറ്റ് ആൻഡ് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് വുമൺ ലെഡ് എന്ന് പറയുമ്പോഴാണ് നമ്മളുടെ കേട്ടാപ്പ് എന്നുള്ള സംവിധാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടപ്പിലാക്കിയിട്ട് ഭക്ഷ്യസുരക്ഷ നേടിയെടുക്കുന്നതിന് ശ്രമം നടത്തുന്നുണ്ട് എന്നൊരു പോയിൻ്റാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ പ്രധാനപ്പെട്ട പ്രയോറിറ്റീസ് ഇൻ ഓഫ് കേരള അല്ലേ, കേരളത്തിൻ്റെ പ്രയോറിറ്റീസിനെ പറ്റി നോക്കിയാൽ എന്താ പറ്റുക നമുക്ക്? ബൂസ്റ്റിംഗ് അഗ്രികൾച്ചറൽ സെൽഫ് റിലയൻസ്, ഇൻക്രീസ് ഇൻറ്റേർണൽ ഫുഡ് പ്രൊഡക്ഷൻ വിയ അർബൻ ആൻഡ് പെരി അർബൻ ഫാമിംഗ്, സീഡ് ബാങ്ക്സ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റൽ ലാൻഡ് യൂസ് ഫോർ കൾട്ടിവേഷൻ. അതായത് നമുക്ക് കാർഷിക മേഖലയിലുള്ള സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇൻക്രീസ് ഇൻറ്റേർണൽ ഫുഡ് പ്രൊഡക്ഷൻ, ആഭ്യന്തരമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ആ എന്താണ് അരിയുടെയും പച്ചക്കറിയുടെയും ഒക്കെ അളവ് നമ്മൾ കൂട്ടുക. അതെങ്ങനെയാണ്? അർബൻ ഫാമിംഗ്, നഗരപ്രദേശങ്ങളിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ടെറസ് കൾട്ടിവേഷൻ നമ്മൾ നടത്തുക. സെമി ആയിട്ടുള്ള അർബൻ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അത് നടത്തുക. പിന്നെയോ സീഡ് ബാങ്കുകൾ, അതായത് വിത്ത്, നല്ല ഒന്നാന്തരം വിത്തുകൾ കിട്ടുന്ന, വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന കേന്ദ്രങ്ങൾ. അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ ലാൻഡ് യൂസ് ഫോർ കൾട്ടിവേഷൻ, അതായത് കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി ഭൂമി എത്രത്തോളം വിളവ് നൽകുന്ന ഭൂമിയാണെന്ന് സാങ്കേതികപരമായിട്ട് അത് കണ്ടറിഞ്ഞ് കൃഷി ചെയ്യുന്നൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖല മെച്ചപ്പെടുമെന്നൊരു സൂചനയാണ് അവിടെ കാണിക്കുന്നത്. ഇനി ന്യൂട്രീഷൻ കവറേജ് മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൂടി പറയുന്നുണ്ട്. എന്താണ്? സ്കെയിലപ്പ് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് എസ്പെഷ്യലി ടാർഗറ്റിംഗ് ചിൽഡ്രൻ ആൻഡ് വുമൺ. അതിന് വേണ്ടിയിട്ടാണല്ലോ അംഗനവാടികൾ വഴി ഏതാണ്ട് 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് അമൃതം പൊടി കൊടുക്കുന്നുണ്ട്, അതേപോലെ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്, ചെറുപയർ കൊടുക്കുന്നുണ്ട്. 3 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അംഗൻവാടിയിൽ ചെന്ന് പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം ഭക്ഷണമായിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെയോ ഈ പാർട്ണർഷിപ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ടല്ലേ, പാർട്ണർഷിപ്സ് ആൻഡ് കമ്മ്യൂണിറ്റി റോൾ. അതെന്താണ് പാർട്ണർഷിപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി റോൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ ലിവറേജിങ് ഇനിഷ്യേറ്റീവ്സ് ലൈക്ക് ഓപ്പറേഷൻ സുലൈമാനി, അതേപോലെ ജനകീയ ഭക്ഷണശാല, പിന്നെയോ കമ്മ്യൂണിറ്റി കിച്ചൺസ് ടു എൻഹാൻസ് സോഷ്യൽ സപ്പോർട്ട്. ഇതിലെ കമ്മ്യൂണിറ്റി കിച്ചൺസ് നമ്മുടെ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളതാണ്. പിന്നെ ജനകീയ ഭക്ഷണശാല എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 20 രൂപയ്ക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുന്ന സംവിധാനങ്ങൾ വന്നതാണ്. ഈ ഓപ്പറേഷൻ സുലൈമാനി എന്ന പേരിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട് കളക്ടറായിട്ടിരുന്ന സമയത്ത് നമ്മുടെ ഈ കളക്ടർ ബ്രോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മറ്റേ പ്രശാന്ത് സാറുണ്ടല്ലോ, IAS, ഇപ്പം മറ്റേ നമ്മുടെ ചീഫ് സെക്രട്ടറി ജയതിലക വട്ടടി ഉണ്ടാക്കിയ പുള്ളി തുടങ്ങിയൊരു പ്രോഗ്രാം അല്ലേ ഇത് കോഴിക്കോട്? അതെ സാറേ, അതെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ആണ്.
അപ്പോൾ അങ്ങനെ ഉള്ള പ്രൊജക്റ്റുകളൊക്കെ ഇവിടെ ഉള്ളതാണ്. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്തിനെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് ചെറിയ 3 ടോപ്പിക്കുകളേ ഉള്ളൂ. നമ്മൾ ഫുഡ് സെക്യൂരിറ്റി, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫുഡ് സെക്യൂരിറ്റിയെ പറ്റി നമ്മൾ നോക്കി. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കിയ കാര്യം വെച്ചാൽ നമ്മുടെ ലാൻഡ് യൂസ് ആൻഡ് ലാൻഡ് റിഫോംസിനെ പറ്റി നമ്മൾ നോക്കി. അതുകൂടാതെ നമ്മൾ നോക്കിയത് ഇവിടുത്തെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയെ പറ്റിയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഇപ്പോൾ 10-17 എന്ന് പറഞ്ഞ ഒരു ടൈമായി. അടുത്ത ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയാണ്. അത് കുറച്ച് ദൈർഘ്യം കൂടുതലുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ചിലപ്പോൾ തീർന്നു എന്ന് വരില്ല. അതുകൊണ്ട് അത് നമുക്ക് നാളെ എടുക്കാം. നാളെ ഒന്ന് 8:30 എത്താൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ച് നോക്കി കേട്ടോ. നാളെ അവധിയല്ലേ, ഉണ്ടാവുമോ? ശ്രമിക്കാമോ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ ശരി എന്നാലേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് ഓക്കെ, നൈറ്റ്. ഗുഡ് നൈറ്റ്.